ദൈവത്തിന്റെ പുത്രന്മാർ പുത്രിമാർ സിംഹത്തിന്റെ ഗർജനങ്ങളുള്ള, സിംഹത്തിന്റെ അഭിഷേകമുള്ള, അസാധാരണ ധൈര്യമുള്ള, കൊടുങ്കാറ്റുകളുടെ മീതെ പറന്നുയരുന്ന, വിഷയങ്ങളെ കാൽക്കീഴിയാക്കി അതിന്മേൽ ജയാളികളായി വാഴുന്ന ഒരു രാജകീയ അഭിഷേകമുള്ള ഒരു സിംഹത്തെ പോലെ, ഒരു കഴുകനെ പോലെ. Come on, somebody better shout in the name of Jesus. Shabadabari balabasai balababa. ഇത് ദൈവം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിരിക്കുക. യേശു നമ്മുടെ മധ്യത്തിൽ നടക്കുക. പരിശുദ്ധാത്മാവ് തന്റെ ചിറകുകൾ വിരിച്ച് ഇത് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങിയിരിക്കുക. പ്രാപിക്കാൻ കഴിയുന്നവരെല്ലാം പ്രാപിച്ചു, കത്തുവാൻ കഴിയുന്നവരെല്ലാം കത്തിക്കും. കാത്തിരിപ്പിന്റെ നാളുകൾ കഴിഞ്ഞു, ഇത് പറക്കുവാനുള്ള കാലങ്ങളാണ്. ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ, ഉയരങ്ങളിലേക്കൊന്ന് പറന്നു ഉയരുവാൻ, ഭൂമിയിലുള്ള കെട്ടുകളൊക്കെ ഒന്ന് പൊട്ടി ഒന്ന് ഉയരങ്ങളിലേക്ക് പറക്കുവാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങൾ നല്ല സ്ഥലത്താണ് വന്നിരിക്കുന്നത്. യു ആർ ഇൻ എ ഗുഡ് പ്ലേസ്. ഇന്ന് നിങ്ങളുടെ ചരിത്രം മാറും. പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ ചേർന്ന് ചലിച്ചാൽ നിങ്ങൾ ഒരു ചലനമായി തീരും. പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ കൈകെട്ടി നിന്നാൽ നിങ്ങൾ വെറും കാഴ്ച വസ്തുവായി തീരും. തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് അല്പസമയം നിങ്ങളുടെ വിശ്വാസത്തെ ചലിപ്പിച്ച്, നിങ്ങളുടെ അഭിഷേകത്തെ ഒന്ന് ജ്വലിപ്പിച്ച്, ഇന്ന് ആഴങ്ങളിലേക്ക് വിളിക്കുന്ന ദിവസമാകിയാൽ ആരും മൗനമായി ഇരിക്കരുത്, ആരും നിഷ്ക്രിയരായി ഇരിക്കരുത്, ആരും നിശ്ചലമായി ഇരിക്കരുത്. ഇന്ന് സ്തുതിക്കാൻ കഴിയുന്നവരെല്ലാം സ്തുതിച്ചോണം, പ്രാപിക്കാൻ കഴിയുന്നവരെല്ലാം പ്രാപിക്കണം. ഒരു ഹയർ ഡൈമെൻഷൻ ആണ്. അതെ, ഒരു കഴുകൻ ഉയരേ ഞാൻ പറക്കണം. ഇത് കണ്ടോ, ഒരു കഴുകൻ പറന്നു വരുന്ന പോലെ. ഹയർ ഡൈമെൻഷൻ എന്ന് പറഞ്ഞ ഹയർ ഡൈമെൻഷൻ, ഒരു ഉയർന്ന നിലവാരം. ഉയരത്തിൽ പറക്കുന്നവർക്ക് ഉയരത്തിൽ ചിന്തിക്കുവാൻ കഴിയുകയാണ്. നമ്മള് ഒരു സാധാരണ കൂട്ടമല്ല, സാധാരണ സഭയല്ല. നമ്മളൊരു അപ്പോസ്തോലിക പ്രാവചനിക സഭ. വ്യാഴാഴ്ച വെള്ളിയാഴ്ച സ്ഥിരമായി യോഗങ്ങൾക്ക് വരുന്നവർക്കെല്ലാം അറിയാം. നമ്മൾ IIT പഠിക്കാൻ പോയിട്ട് പിന്നെ 12ാം ക്ലാസ്സിന്റെ കാര്യങ്ങൾ സംസാരിച്ച് അത് ചിന്തിച്ച് അല്ലെ. IIT എത്ര പേർക്കറിയാം? IIT ഇന്ന് ഭാരതത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIT. ഇന്ന് ഇതൊരു IIT പോലെയാണ്. മെഡിക്കൽ കോളേജുകളിൽ ഏറ്റവും ഉയർന്നിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. അതുപോലെ ഒരു ദൈവസഭയാണ് ദൈവം ഇതിനെ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ മക്കൾ നിങ്ങൾ പിടിച്ചെടുത്താൽ നിങ്ങൾക്ക് ഉയരങ്ങളിൽ പറക്കാം, ഉയരങ്ങളിൽ പറക്കാം. ഇവിടെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇന്നത്തെ ദൂതും അത്ഭുതങ്ങളുടെ അന്തരീക്ഷം. കോർപ്പറേറ്റ് മിറക്കിൾ അനോയിന്റിംഗ് പൊതുവായിരിക്കുന്ന ഒരു ദൈവസഭയിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ദൈവിക അഭിഷേകം. ഒരു വ്യക്തിയിൽ, ഒരു പാസ്റ്ററിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു അഭിഷേകമല്ല, ചില ശുശ്രൂഷന്മാരിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു അഭിഷേകമല്ല. ദൈവജനം ഒരു ജനമായി, ഒരു കൂട്ടമായി, ഒരു ശബ്ദമായി അവിടെ വെളിപ്പെട്ട് വരുന്ന കോർപ്പറേറ്റ് പൊതു അഭിഷേകം, കൂട്ട അഭിഷേകം. അതുകൊണ്ട് നിങ്ങളെല്ലാം ചലിച്ചാലേ പറ്റത്തുള്ളൂ. ഒത്തിരി കാലങ്ങൾ ദേവദാസന്മാർ മാത്രം ചലിക്കും, ജനം കണ്ട് ആസ്വദിക്കും, അനുഭവിച്ച് വീണ്ടും പോകും. ഒരു മീറ്റിംഗിൽ നിന്ന് അടുത്ത മീറ്റിംഗ്, ഒരു ഉണർവ് യോഗത്തിൽ നിന്ന് അടുത്ത ഉണർവ് യോഗം. പക്ഷെ സീസണുകൾ മാറി. യോഗങ്ങൾ കണ്ട് അനുഭവിക്കുവാനുള്ളതല്ല. തീ പ്രാപിച്ചിട്ട് സ്തോത്രം, അതിന്റെ സുഖം അനുഭവിച്ച് തീ കിട്ടിയേ എന്ന് പറഞ്ഞിരിക്കുവാനല്ല. ഫ്രഷ് ഓയിൽ ഈസ് ബീയിങ് poured out. പുതിയ എണ്ണ പകരപ്പെടുക. പ്രാപിക്കാൻ കഴിയുന്നവരെല്ലാം പ്രാപിച്ച ഫ്രഷ് ഫയർ ഈസ് ഫോളിങ്. ആ തീ വീഴുക. ഇന്ന് കത്തുവാൻ കഴിയുന്നവരെല്ലാം കത്തണം. ഇത് തീയുടെ നദിയായി മാറി, ഇത് തീയുടെ പ്രതലമായി മാറി, ഇത് തീയുടെ ഉത്തരമുള്ള ദൈവത്തിന്റെ ഒരു നിവാസമായി മാറിയിരിക്കുക. ഹല്ലേലൂയ. നാം ഒരു അപ്പോസ്തോലിക പ്രാവചനിക അഭിഷേകത്തിന്റെ കീഴിലാണ്. തിരിച്ചറിയണമേ. എന്ത് തിരിച്ചറിഞ്ഞ് നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നു, ആ നിലവാരത്തിലാണ് നമുക്ക് ഒന്ന് പറന്ന് ഉയരുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു പുതപ്പാണ് ഇവിടെ, അങ്ങനെയുള്ള ഒരു മാന്റിലാണ് ഇവിടെ ഉള്ളത്, അങ്ങനെയുള്ള ഒരു കവറിംഗ് ആണ്, അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ്. ഈ ഗണത്തിനൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് നിഷ്ക്രിയമായിരിക്കാൻ പറ്റത്തില്ല. ഇല്ലേ, കഴുകനെ അറിയാമല്ലേ? കഴുകൻ എന്തെയും കുത്തി കൂടെ ഇളക്കും. കൊച്ചു കഴുകന്മാർ പറക്കുന്നവരെ എന്താ കുത്തിക്കൊണ്ടിരിക്കും. There is a lion anointing. ഈ നാളുകളിൽ, ഈ അഭിഷേകത്തിൽ, ഈ ശുശ്രൂഷയിൽ എന്താ സംഭവിക്കുന്നത്? സിംഹങ്ങൾ പുറത്തു വരിക, കഴുകന്മാർ പുറത്തു വരിക. Lions and eagles are coming out. ദൈവത്തിന്റെ പുത്രന്മാർ പുത്രിമാർ സിംഹത്തിന്റെ ഗർജനങ്ങളുള്ള, സിംഹത്തിന്റെ അഭിഷേകമുള്ള, അസാധാരണ ധൈര്യമുള്ള, കൊടുങ്കാറ്റുകളുടെ മീതെ പറന്നുയരുന്ന, വിഷയങ്ങളെ കാൽക്കീഴിയാക്കി അതിന്മേൽ ജയാളികളായി വാഴുന്ന ഒരു രാജകീയ അഭിഷേകമുള്ള ഒരു സിംഹത്തെ പോലെ, ഒരു കഴുകനെ പോലെ. Come on, somebody better shout in the name of Jesus. Shabadabari balabasai balababa. അപ്പോസ്തലിക പ്രാവചനിക കൂട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവരെ തടസ്സപ്പെടുത്താൻ കഴിയത്തില്ല. തടസ്സപ്പെടുത്താൻ നോക്കിയാൽ വീര്യം കൂടി വരും. പിശാച് പൊക്കുന്ന മതിലുകളെല്ലാം അവര് ഇടിച്ച് അതിനെ നിരപ്പിച്ചോളയും. വാ, ഇത് നിങ്ങളെ കുറിച്ചാണ്. 95% വിശ്വാസികൾ കർത്താവിനെ അറിഞ്ഞു. മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു ഉള്ളിലുണ്ട്. വലിയ മർമ്മങ്ങളൊക്കെ വെളിപ്പെട്ടു. പക്ഷെ ഇന്നും കോഴിക്കുഞ്ഞുങ്ങളെ പോലെയാ, പൂച്ചകളെ പോലെയാ. നിങ്ങളൊന്ന് വിലയിരുത്തിയാൽ മതി. കരഞ്ഞു കൂവി നിരാശപ്പെട്ട് ചെറിയൊരു കാര്യം വരുമ്പോഴത്തേക്ക് വിശ്വാസവും പോയി, എല്ലാം പോയി. പക്ഷേ അപ്പോസ്തലിക പ്രാവചനിക ശുശ്രൂഷകളിൽ നിങ്ങൾക്ക് കരുത്ത് കിട്ടും, കരുത്ത് പ്രാപിക്കും.
നിങ്ങൾ ഒരു സിംഹത്തെ പോലെ ഗർജിക്കാൻ തുടങ്ങും. നിങ്ങൾ പിശാചിനെ ഭയപ്പെടുകയല്ല, പിശാച് നിങ്ങളെ ഭയപ്പെട്ട് ഓടുന്ന, നിങ്ങൾ കാണുമ്പോൾ പൈശാചിക രാജ്യങ്ങൾ, സാത്താനിക ശക്തികൾ കിടുകിട വിറയ്ക്കുന്ന ഒരു വ്യക്തിയായി തീരും. അങ്ങനെ ഒരു അഭിഷേകമാ വ്യാപരിക്കുന്നത്, അങ്ങനെ ഒരു ദൈവകൃപയാ വ്യാപരിക്കുന്നത്, അങ്ങനെ ഒരു ആത്മശക്തിയാ. പിന്നെ ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ വന്നിട്ടും ഒന്നും പ്രാപിക്കാത്ത ആൾക്കാർക്ക് പോകാം. അറിവ് വരുന്നു, കാണുന്നു, അനുഭവിക്കുന്നു. പിന്നെയും പഴയതുപോലെ തന്നെ ജീവിക്കുവാൻ, ചിന്തിക്കുവാൻ നമ്മൾ തുടങ്ങിയാൽ നമ്മൾ അങ്ങനെ തന്നെ ആയി പോകും. ദൈവം നമ്മളെ തള്ളി മാറ്റുകയൊന്നുമില്ല. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നാം ഒന്ന് റെഡിയായാൽ നിങ്ങൾ ഒരു സിംഹമായി തീരും, നിങ്ങൾ ഒരു കഴുകനായി തീരും. വാ വാ വാ. നിങ്ങൾ ചലനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുകയല്ല. Apostolic prophetic people are not waiting for a move of God. They create and birth a move of God. അവരുടെ മേൽ കിടക്കുന്ന അഭിഷേകം. അയ്യോ, അവിടെ ഒരു ചലനം നടക്കുന്നു, ഇവിടെ ഒരു ചലനം നടക്കുന്നു. പ്രൈസ് ഗോഡ്. ആ ചലനങ്ങൾക്കായി, ഉണർവുകൾക്കായി സ്തോത്രം. പക്ഷേ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവരെ ജയിൽ അറകളെ പോലും ഉണർവിന്റെ ഹബ്ബുകളാക്കി മാറ്റും. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ ദർശനം പ്രാപിച്ച പൗലോസും ശീലാസും ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോയി. ഞാൻ ആവർത്തിക്കുന്നതിന് കാരണം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഇത് വെളിച്ചവും വെളിപ്പാടുമായി കത്തണം. നാം ഉണർവുകൾക്ക് കാത്തിരിക്കുന്ന വ്യക്തികളല്ല. ഉണർവുകൾ നടക്കുമ്പോൾ നമ്മൾ അത് സന്തോഷിക്കും, അത് ആസ്വദിക്കും, അതിൽ ആനന്ദിക്കും. പക്ഷേ we have an anointing, we have a destiny to create and birth revivals. ചരിത്രങ്ങളെ സൃഷ്ടിക്കുവാൻ, ഉണർവുകളെ സൃഷ്ടിക്കുവാൻ, മൂവ്മെന്റുകളെ ജനിപ്പിക്കുവാൻ, ചലനങ്ങളെ ജനിപ്പിക്കുവാൻ. That's who you are. നിങ്ങൾ ചെന്നാൽ അവിടെ ചലനമാ, അവിടെ ഉണർവാ, അവിടെ മൂവ്മെന്റ്. ഈ സഭയിൽ നിങ്ങളെ പരിശീലിപ്പിക്കുന്നത്, നിങ്ങളെ വളർത്തിയെടുക്കുന്നത്, നിങ്ങളുടെ മേൽ അഭിഷേകം പകരുന്നത്, നിങ്ങളെ തീ ജ്വാലയാക്കി മാറ്റുന്നത്. നിങ്ങൾ ചെന്ന് നിൽക്കുന്നിടത്തെല്ലാം പൈശാചിക സാമ്രാജ്യം ഇടിയണം. നിങ്ങൾ ഉണർവിന്റെ ചാലുകളാകണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 26-ാം വാക്യം. എന്താ അവിടെ സംഭവിച്ചത്? അതിന്റെ പശ്ചാത്തലമൊക്കെ അറിയാം. ഒരു ദർശനം ദൈവം കാണിച്ചു. ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് പൗലോസ് കിടക്കുന്നത്. രാത്രിയിൽ ദൈവം ഒരു സ്വപ്നം, ഒരു ദർശനത്തിൽ ഇടപെടുകയാണ്. മക്കതോനിയയിൽ നിന്ന് ഒരു പുരുഷൻ വിളിക്കുക, ഞങ്ങളെ വന്ന് സഹായിക്കണമേ എന്ന്. ഒറ്റ ദർശനം. പൗലോസിന് സംശയമില്ല, ഈ ദർശനം ദൈവത്തിന്റെ ആണോ, തന്റെ സ്വന്തം ഇഷ്ടമാണോ, പിശാച് കൊണ്ടുവന്നാണോ? ദൈവത്തോട് കൂടെ നടക്കുന്നവർക്ക് സംശയങ്ങളില്ല. അവർക്ക് ദൈവശബ്ദം നല്ലോണം കേൾക്കാം. അവർ കാണുന്ന ദൈവിക ദർശനം അത് ദൈവത്തിന്റെ ആണോ പൈശാചികമാണോ എന്ന് തിരിച്ചറിയാനുള്ള വിവേചന കഴിവും ശക്തി. ബിക്കോസ് ദേ ആർ വാക്കിംഗ് വിത്ത് ഗോഡ്. അവർ ദൈവത്തോട് ചലിക്കുന്നവരാണ്, ദൈവശബ്ദം കേൾക്കുന്നവരാണ്. അപ്പോസ്തലിക പ്രാവചനിക ഗണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ജനമാണ്. നിങ്ങളെ ചലിപ്പിക്കുന്നത് നിങ്ങൾ ഒരു ചലനമായി തീരുവാനാണ്. ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ നിങ്ങൾ ചലിച്ചാൽ നിങ്ങൾ ഒരു ചലനമായി തീരും. ഈ വാക്കുകൾ എന്റെ അല്ല, പരിശുദ്ധാത്മാവ് എന്റെ ആത്മാവിൽ പകരുന്ന വാക്കുകളാണ്. ഈ കൂട്ടത്തിലുള്ളവരുടെ പ്രത്യേകത, നിർത്താൻ പറഞ്ഞാലേ അവർ നിർത്തത്തോളൂ, അല്ലെങ്കിൽ ചലിച്ചുകൊണ്ട് ഇരിക്കും. അവരുടെ കരം വെച്ച് ചലിക്കും, അവരുടെ ആദരം കൊണ്ട് ചലിക്കും, ആമേൻ പറഞ്ഞ് അവർ ചലിക്കും, അവർ ശബ്ദം ഉണ്ടാക്കി ചലിക്കും, അവർ നിന്ന് ചലിക്കും, അവരുടെ വിശ്വാസം, അഭിഷേകം അവരെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദർശനം കണ്ട് അവർ യൂറോപ്പ് ഭൂഖണ്ഡത്തിലെത്തി, മക്കതോനിയയിലെത്തി. അവിടെ സുവിശേഷം പറഞ്ഞ് ആരംഭിച്ചു. ലിദിയ എന്ന് പറഞ്ഞ ഒരു സഹോദരി അവരെ സ്വീകരിച്ചു. ആദ്യമൊക്കെ വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ ഒരു ദേശശക്തി വ്യാപരിച്ച് വിളിച്ചുപാടുത്തി ഇവരെ വീണ്ടും വീണ്ടും അനുഗമിച്ച് ദൂതുകൾ പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ അതെല്ലാം വിവരിച്ചിട്ടുണ്ട്, അങ്ങോട്ടൊന്നും പോകുന്നില്ല. പക്ഷെ അസഹ്യപ്പെട്ട് മുഷിഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ തിരിഞ്ഞ് ഒറ്റ ശാസനം, കർത്താവായ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ എന്ന ദേശശക്തിയെ ശാസിക്കുക. ആ ദേശശക്തി വിട്ടുപോകുന്നു. വലിയ ദൈവപ്രവൃത്തികൾ ഇവിടെ ആരംഭിക്കുവാനുള്ള ആരംഭമാണ്. പക്ഷെ അവിടെ വിഷയങ്ങൾ ഭയങ്കരമായി. ഉടനെ പൗലോസിനെ ശീലാസിനെ എന്ത് ചെയ്തു? പിടിച്ചു, അടിച്ചു, മുറിവേൽപ്പിച്ചു, പീഡനം അങ്ങോട്ട് സംഭവിച്ചു. ഇപ്പോൾ കിടക്കുന്നത് എവിടെയാണ്? ജയിൽ അറയാണ്. അതാണ് അതിന്റെ പശ്ചാത്തലം. നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം അതിന്റെ 25. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. പീഡിപ്പിക്കപ്പെട്ടവരാ, അടികിട്ടിയവരാ, ഇപ്പോൾ ജയിലിന്റെ ഉള്ളിലാണ്, തടവിലാണ്. കൈയും കാലും ഒക്കെ ആമത്തിൽ കെട്ടി അവരെ നിഷ്ക്രിയരാക്കി, നിശ്ചലമാക്കിയിട്ടിരിക്കുക. പക്ഷെ അഭിഷേകത്തിന്റെയും ആ മാന്റിലിന്റെയും പ്രത്യേകത കണ്ടോ? അർദ്ധരാത്രിയിൽ ജയിലറയുടെ ഉള്ളിൽ അവരൊരു ചലനത്തെ സൃഷ്ടിക്കുക. എന്താ കർത്താവേ ഇതൊക്കെ? ദർശനം കണ്ടു, അങ്ങയുടെ സുവിശേഷം പറയാൻ ഞങ്ങളെല്ലാം കൂടെ ഇങ്ങനെ വന്നു, സുവിശേഷം പറഞ്ഞു. പക്ഷെ ഇതെന്താ ഇങ്ങനെ? ദൈവം എന്താ കൈവിട്ടത്? എന്താ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ സംഭവിച്ചത്? എന്താ ഞങ്ങൾ ജയിലിലായി പോയത്? വൈ? സാധാരണ വിശ്വാസികൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അപ്പോസ്തലിക പ്രാവചനിക കൂട്ടത്തിലുള്ളവർ, ആ ഗണത്തിലുള്ളവർ അങ്ങനെ ചിന്തിക്കുകയില്ല. They are not going to ask a lot of questions. അവരായിരിക്കുന്ന സ്ഥലങ്ങളെ അവർ കീഴ്മേൽ മറിക്കും. ജയിലറകളെ അവർ ഉണർവിന്റെ ഹബ്ബുകളാക്കി മാറ്റും. They are not waiting for a move of God. They create a move of God. എന്തൊരു ചലനമായിരുന്നു! അർദ്ധരാത്രിയിൽ ഒരു ചലനത്തെ സൃഷ്ടിച്ചെടുത്തു. സ്വന്തം പെട്ടെന്ന് ഒരു ഭൂകമ്പം ഉണ്ടാകുക, പെട്ടെന്ന് ദൈവശക്തി വെളിപ്പെടുക, ആത്മശക്തിയുടെ ഒരു വ്യാപാരം സംഭവിക്കുക. അവിടെ ജയിലർ രക്ഷിക്കപ്പെടുക. അവിടെ ഒരു കൂട്ടം, ഒരു സഭ ഉളവാകുക. എത്ര പേര് പറയും ഇതെന്നെ കുറിച്ചാണ്? എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും അതിന്റെ മീതെ ജയിക്കുവാനുള്ള ഒരു അഭിഷേകം അതിൽ ചലിക്കണം.
ഒരു 100 ചോദ്യങ്ങൾ ചോദിച്ച് ഡിപ്രഷൻ അടിച്ചിരിക്കാനല്ല ആ അഭിഷേകം പകർന്നത്. ഈ ദൈവിക വെളിപ്പാടുകളും വചനങ്ങളും നമ്മളിലേക്ക് അയക്കുന്നത് ഒരു കഴുകനെ പോലെ കൊടുങ്കാറ്റുകളുടെ മീതെ പറന്നുയരുവാൻ, കാട്ടിൽ ഏത് സൗണ്ടിനെക്കാട്ടിലെ ഏത് ജന്തുവിനെക്കാട്ടിലെ അധികം ശബ്ദത്തോടെ ഗർജിക്കുവാൻ കഴിയുന്ന a lion anointing and an eagle anointing. Wow. നമ്മളതൊന്ന് പിടിച്ചെടുത്താൽ, നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളൊന്ന് തുറന്നാൽ, നമുക്ക് ആ വെളിച്ചവും വെളിപ്പാടുകളും കിട്ടാൽ, പിന്നെ നമ്മുടെ നിൽപ്പ് മാറി, നമ്മുടെ നോട്ടം മാറി, നമ്മുടെ സംസാരം മാറി, നമ്മുടെ ലാംഗ്വേജ് മാറി. വാവ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം നമ്മളിലേക്ക് പകരുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ദൂത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവസഭ ഒരു കോർപ്പറേറ്റ് അനോയിന്റിംഗിന്റെ ഒരു തലത്തിലേക്ക്, പൊതുവായ കൂട്ടമായ ഒരു അഭിഷേകത്തിലേക്ക്, അത്ഭുതത്തിന്റെ അന്തരീക്ഷത്തെ സൃഷ്ടിക്കുന്ന ഒരു തലത്തിലേക്ക്. ഹല്ലേലൂയ. You have come into a good place. ഒരു അത്ഭുതത്തിന്റെ അന്തരീക്ഷത്തിലാണ്. ആ കൈയൊക്കെ ഒന്ന് ചുറ്റി എന്ന് പറയാം, ഞാൻ വന്നിരിക്കുന്നത് ഒരു അത്ഭുതത്തിന്റെ അന്തരീക്ഷത്തിലേക്കാണ്, ഒരു മഹത്വത്തിന്റെ അന്തരീക്ഷത്തെ. I've come into the realm of miracles. I've come into the realm of glory. Amen. Amen. അതിനെക്കുറിച്ചുള്ള ചില വെളിച്ചവും വെളിപ്പാടുകളും. അപ്പോൾ തന്നെ ഇതൊരു ദൈവശക്തിയായി ദൈവത്തിന്റെ അത്ഭുതങ്ങളെ, ആ പ്രതലത്തെ നിങ്ങൾക്കൊന്ന് അനുഭവിക്കുവാൻ, നിങ്ങൾ തന്നെ അത്ഭുതങ്ങളായി തീരുവാൻ, നിങ്ങൾ അത്ഭുതത്തിന്റെ അന്തരീക്ഷത്തെ ചുമക്കുന്നവരായി തീരുവാൻ. You're walking in the atmosphere of glory. You're walking in the atmosphere of miracles. Hallelujah. ചർച്ചിന്റെ ഉള്ളിൽ അത്ഭുതം, വീട്ടിൽ അത്ഭുതം, നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ അത്ഭുതം, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അത്ഭുതം, നിങ്ങൾ നോക്കുമ്പോൾ അത്ഭുതം, കൈ കൊടുക്കുമ്പോൾ അത്ഭുതം, ഫോൺ വിളിക്കുമ്പോൾ അത്ഭുതം. അത്ഭുതത്തിന്റെയും ദൈവപ്രവർത്തികളുടെയും മഹത്വത്തിന്റെയും ഒരു അന്തരീക്ഷമായി അങ്ങനെ ഒരു ചലനമാണ് ദൈവം തുറന്നു വിടുന്നത്. അങ്ങനെ ഒരു ചലനം തുറന്നു വിടുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിന്റെ ഒരു സീസണിലേക്ക് ദൈവസഭയെ ദൈവം കയറ്റുകയാണ്. We are in a higher dimension season. അപ്പോസ്തല പ്രവൃത്തികളിൽ 5-ാം അധ്യായത്തിൽ ആദിമ സഭയിൽ വെളിപ്പെട്ട ഒരു അന്തരീക്ഷം. ഹല്ലേലൂയ. അവിടേക്കാണ് നാം എത്തുവാൻ പോകുന്നത്. The atmosphere that was over the early church. ഹല്ലേലൂയ. അതിനുവേണ്ടി നാം എല്ലാവരും ഉത്സാഹിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 3-ാം അധ്യായത്തിൽ സ്വതന്ത്ര അപ്പോസ്തലന്മാർ ഉത്സാഹിച്ചാൽ മതി, ശുശ്രൂഷന്മാർ ഉത്സാഹിച്ചാൽ മതി. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം ആകുമ്പോൾ ജനം ഉത്സാഹിക്കണം. ജനവും ആ കൂട്ട അഭിഷേകത്തിന്റെ പങ്കാളികളായി തീരണം. അവരും അപ്പോസ്തലന്മാർ ചലിക്കുന്ന പോലെ, ശുശ്രൂഷന്മാർ ചലിക്കുന്ന പോലെ അവരും ചലിക്കുവാൻ തുടങ്ങണം. ഇവിടെ ഇരിക്കുന്നവർ ചരിത്രങ്ങളെ സൃഷ്ടിക്കുന്നവരാണ്. We are history makers. We are atmosphere makers. We are atmosphere changers. അന്തരീക്ഷങ്ങളെ സൃഷ്ടിക്കുന്നവരാണ് നാം. അന്തരീക്ഷങ്ങളെ മാറ്റുന്നവരാണ് നാം. അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നവരാണ് നാം. Wow, 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 hallelujah. Amen. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 3 വരെ ഉള്ള വാക്യങ്ങൾ. ഇവിടെ ഒരു വ്യക്തിയിൽ വ്യാപരിച്ച അഭിഷേകമല്ല, 4 വ്യക്തികൾ ചരിത്രം സൃഷ്ടിക്കുക. ഇന്ന് ഈ ദൂത് വരുമ്പോൾ ഇതൊരു മെസ്സേജ് മാത്രമല്ല, ഇതൊരു പ്രൊഫറ്റിക് വേർഡ് ആണ്. ഒരു വചനം വരുമ്പോൾ സ്വന്തം ആ വചനത്തെ നിവർത്തിച്ചെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളിൽ, നമ്മുടെ കൂട്ടത്തിൽ, ഈ ഗണത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് വചനത്തെ അയക്കുന്നത്. ആദ്യം വചനത്തെ അയക്കും. വചനം ആര് സ്വീകരിക്കും അവിടെ മേൽ പരിശുദ്ധാത്മാവ് ചലിക്കും, അവിടെ മേൽ ദൈവശക്തി നിഴലിടും, അവർ അത്ഭുതമായി തീരും. ആമേൻ, ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ സുപരിചിതമായ ഭാഗങ്ങളാണ്. സ്തോത്രം. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർനഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന ശ്രുതി ആയി. ഉടനെ വാതിൽക്ക് പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. സുപരിചിതമായ ഒരു ഭാഗമാണ്. കർത്താവ് കഫർനഹൂമിലാണ്, ഒരു ഭവനത്തിലാണ്. യേശു വന്നിരിക്കുന്നു എന്ന് ശ്രുതി കേട്ട് അവിടെ ജനമെല്ലാം ഓടിക്കൂടുകയാണ്. ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ 4 പേര് ചരിത്രം സൃഷ്ടിക്കുക. 4 people make a history. ചലിക്കുവാൻ കഴിയുകയില്ല. കാലുകൾ ചലിക്കുന്നില്ല, കൈകൾ ചലിക്കുന്നില്ലായിരിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. വളരെ വിഷമത്തിലും വേദനയിലും ഹോപ്പ്ലെസ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ 4 പേര് ചിന്തിക്കുകയാണ്, we are going to create history. അവരുടെ അന്തരീക്ഷത്തെ സൃഷ്ടിക്കുകയാണ്. എങ്ങനെയാണ് അത്ഭുതത്തിന്റെ അന്തരീക്ഷത്തെ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയുന്നത്? അത്ഭുതത്തിന്റെ അന്തരീക്ഷത്തിൽ നടക്കുവാൻ കഴിയുന്നത്? നമുക്കൊരു അത്ഭുതമായി തീരുവാൻ കഴിയുന്നത്? ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ എങ്ങനെ നമുക്ക് ജനിപ്പിക്കുവാൻ കഴിയും? ഇത് വെളിപ്പാടുകളായി, പ്രകാശങ്ങളായി ഇന്ന് നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന അത്ഭുതങ്ങളുടെ ഈ അന്തരീക്ഷത്തിന്റെ പിന്നിൽ ഈ വെളിച്ചവും വെളിപ്പാടുകളുമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇന്ന് ദൈവസഭയിൽ എന്നെ കാണുന്ന എല്ലാവരും ആ ഒരു തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടൊന്ന് കൈപിടിച്ച് ആ ലെവലിലേക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണ്. അത്ഭുതങ്ങൾ കാണുവാൻ മാത്രമല്ല, അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ, അത്ഭുതങ്ങൾ ജനിപ്പിക്കുവാൻ, അത്ഭുതങ്ങൾ തുറന്നു വിടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ചലനം കേരളത്തിൽ, ഭാരതത്തിൽ ദൈവം തുറന്നു വിടുകയാണ്. പുരുഷാരങ്ങളെ ദൈവത്തിലേക്ക് ആകർഷിക്കുന്ന, പൈശാചിക ശക്തികളെ, സാത്താന്യ ശക്തികളെ, മന്ത്രവാദ ശക്തികളെ വെല്ലുവിളിക്കുവാൻ കഴിയുന്ന ദൈവശക്തിയുടെ ഒരു പ്രദർശനമായി ദൈവസഭ മാറുകയാണ്. അത്ഭുതത്തിന്റെയും സ്തോത്രം മഹത്വത്തിന്റെയും ഒരു അന്തരീക്ഷം ഇന്ന് അവിടെ സംഭവിക്കുന്നത്. 4 വ്യക്തികൾ പക്ഷപാതം പിടിച്ച് ഈ വ്യക്തിയെ കൊണ്ടുവരിക. വന്നപ്പോൾ ഒരു വാർത്ത കേൾക്കുക, ഭയങ്കര തിരക്കാണ്. കർത്താവ് പഠിപ്പിച്ചോണ്ടിരിക്കുക, ഡിസ്റ്റർബ് ചെയ്യരുത്, അവിടുന്ന് കയറാൻ പറ്റത്തില്ല. എന്റെ ഭാവനയിൽ പരിശുദ്ധാത്മാവ് നൽകിയ ആ വഴി കൂടെ പോയപ്പോൾ ഒത്തിരി നിരുത്സാഹിപ്പിക്കുന്ന വാക്കുകൾ അവർ കേട്ടു. എന്തിന്റെ പുറപ്പാടാണ്? അങ്ങോട്ട് കൊണ്ടുപോയി ഇപ്പൊ അങ്ങ് നടക്കും. ഞാൻ കേട്ട ശബ്ദങ്ങളാണ് ഇതെല്ലാം. എതിരെ ഉയരുന്ന ശബ്ദങ്ങൾക്ക് വിരോധമായി, അവിടെ ഉള്ളിൽ തന്നെ ഉയരുന്ന ശബ്ദങ്ങൾക്ക് വിരോധമായി, അവർ കാണുന്ന ആ വിഷയങ്ങൾക്ക് വിരോധമായി അവർ ചലിക്കുവാൻ തുടങ്ങി. അവർക്ക് ഒറ്റ ലക്ഷ്യം, യേശു ആരാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. യേശുവിനടുത്ത് വരെ എത്തിയാൽ മതി, ബാക്കി കാര്യങ്ങൾ യേശു ചെയ്തോളും. They were creating an atmosphere of miracle. അവർ മേൽക്കൂര പൊളിച്ചു. അന്ന് വരെ ആരും ചെയ്യാത്ത ഒരു പ്രവൃത്തി അവർ ചെയ്യുവാൻ തുടങ്ങി.
4-ാം വാക്യം നമുക്ക് വായിക്കാം. സ്തോത്രത്തോടെ യേശു എടുത്തു പറയുകയാണ് എന്താണ് അവരങ്ങനെ ചെയ്യുവാൻ കഴിഞ്ഞത്, ആരും ചെയ്യാത്തത്. ഈ 4 പേർ ചെയ്ത് ഒരു ചരിത്രം സൃഷ്ടിച്ചത് എങ്ങനെയാണ് അവരൊരു അത്ഭുതത്തിന് ജന്മം കൊടുത്തത്, എങ്ങനെ യേശുവിനെ ചലിപ്പിക്കുവാൻ അവരൊരു അന്തരീക്ഷം റെഡിയാക്കി, എങ്ങനെ യേശുവിന്റെ കരം അവിടെ വെളിപ്പെട്ടു വരുവാൻ ഇടയായി തീർന്നു. പക്ഷപാതക്കാരൻ ആയ ആ വ്യക്തി പറയാം, വേണ്ട 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 വേണ്ട, എനിക്ക് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, നിങ്ങൾ ചോദിക്കുന്നത് പോലെ നിങ്ങൾ ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല, എനിക്കത് മതി എന്ന് ചിന്തിക്കുന്ന ഒരു പക്ഷപാതക്കാരനാണെങ്കിൽ മിറക്കിൾ ഡെഡ്, നോ മിറക്കിൾ. പക്ഷെ അവൻ പറഞ്ഞു കൊണ്ടുപോകും. ബുദ്ധിമുട്ടാണെങ്കിലും പ്രയാസമാണെങ്കിലും ചൂടാണെങ്കിലും സ്ഥലമില്ലെങ്കിലും അത് യേശുള്ള സ്ഥലമാണ്. യേശുവിന് മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ വിശ്വാസത്തിന് മുമ്പിൽ ചലിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് യേശു എന്ന ജനം തിരിച്ചറിഞ്ഞു. അവർ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. നീ ഇപ്പോൾ അവരങ്ങോട്ട് വിശ്വാസത്തിൽ ആക്ട് ചെയ്യുകയാണ്. ആമേൻ. 4-ാം വാക്യം. പുരുഷാരം നിമിത്തം അവനോട് സമീപിച്ചു കൂടുകയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പൂര പൊളിച്ച് തുറന്ന് പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. എന്തൊരു പ്രവൃത്തി അവർ ചെയ്തു കളഞ്ഞത്. മേൽക്കൂര പൊളിച്ച് ആ വ്യക്തിയെ താഴോട്ട് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരിക. ഒരുപക്ഷെ ഒത്തിരി പേര് പറഞ്ഞു കാണണം ഇത് ചെയ്യരുത്, നോ. യേശു ഇങ്ങനെ ശ്രദ്ധപ്പെടുത്തില്ല, ശല്യപ്പെടുത്തത്. യേശു പഠിപ്പിച്ചോണ്ടിരിക്കുക. പക്ഷെ കർത്താവിന്റെ മനോഭാവം ഒന്ന് നോക്കി. മേൽക്കൂര വിളിക്കുന്നു, സൗണ്ട് വരുന്നു, പ്രശ്നം ഉണ്ടാകുന്നു, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു, എന്തൊക്കെ കൺഫ്യൂഷൻ ആയിരിക്കും അവിടെ. പക്ഷെ യേശു എവിടെയാ ഫോക്കസ് ചെയ്തത്? യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. അവരുടെ വിശ്വാസം, അവരുടെ വിശ്വാസം അവിടെ കൂടെ കൊണ്ടുവന്ന 4 പേരുടെ വിശ്വാസം കണ്ടിട്ട് യേശു പറയുക, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. രോഗമായിട്ടാണ് വന്നത്, പക്ഷെ ആദ്യം പാപത്തിൽ കയറി തൊടുകയാണ്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ അത്ഭുതം എന്ന് പറയുന്നത് നമ്മുടെ പാപം ക്ഷമിച്ചു കിട്ടുന്നതാണ്. നിത്യജീവനാണ് ഏറ്റവും വലിയ അത്ഭുതം. ഒരു പുതിയ സൃഷ്ടിയായി തീരുന്നതാണ്. പാപത്തിൽ നിന്നുള്ള മോചനമാണ്. മനുഷ്യനിക്കുന്ന ആത്മാവ് അത് വീണ്ടും ജനിക്കുന്നതാണ്. അത് മനുഷ്യർക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയല്ല. ഹല്ലേലൂയ. ഒരു രോഗം വന്നാൽ ഡോക്ടേഴ്സിനെ ചികിത്സിച്ച് ഭേദമാക്കാം. പക്ഷെ നിന്റെ പാപത്തെ ക്ഷമിക്കുവാൻ, നിന്റെ പാപത്തെ മോചിക്കുവാൻ, നമ്മുടെ പാപത്തെ ക്ഷമിക്കാൻ, മോചിക്കുവാൻ ഇന്നൊരു ലോകത്തിൽ അതിനൊരു മറുമരുന്നില്ല, ഒരു പ്രതിവിധിയില്ല. ജീസസ് ഈസ് ദ സേവിയർ. 2000 വർഷങ്ങൾക്ക് മുമ്പേ കാൽവരി ക്രൂശിൽ യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു. അവന്റെ വിശുദ്ധ രക്തം നമുക്ക് വേണ്ടി ചൊരിയുവാൻ ഇടയായി തീർന്നു. മകനെ നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. നിന്റെ പാപത്തെ തൊട്ടാൽ നിന്റെ രോഗത്തെ തൊടാം, നിന്റെ ശാപത്തെ തൊടാം, നിന്റെ മനപീഡിയെ തൊടാം, നീ ഇടങ്ങി കിടക്കുന്ന അവസ്ഥകളിലേക്ക് ദൈവത്തിനെ തൊടാം. അപ്പൊ ആദ്യം ദൈവം എന്താ ചെയ്യുന്നത്? കർത്താവ് എന്താ ചെയ്യുന്നത്? നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. പിശാച് വാദിച്ച് നിന്റെ മേൽ ക്ലെയിം ഉണ്ടാക്കുന്ന ആ തലത്തെ ഞാൻ ഡീൽ ചെയ്യാം. അതൊന്ന് ശരിയായാൽ നീ ഒന്ന് മനസ്സാന്തരപ്പെട്ട് നിന്റെ ഹൃദയം ഒന്ന് തുറന്ന് പിശാചിന് അവസരം കൊടുത്ത, വഴി കൊടുത്ത ആ വാതിൽ നീ ഒന്ന് അടച്ചാൽ അടുത്തൊരു തലം, അത്ഭുതത്തിന്റെയും സൗഖ്യത്തിന്റെയും തലം നിനക്ക് വേണ്ടി തുറക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സ്തോത്രം. ഇത്രയും പറഞ്ഞപ്പോൾ അവിടെയുള്ള ശാസ്ത്രിമാർക്ക് ആശയക്കുഴപ്പമായി. അവർ ചിന്തിക്കാൻ തുടങ്ങി, സ്തോത്രം, എങ്ങനെയാണ് യേശുവിന് പാപം ക്ഷമിക്കുവാൻ കഴിയുന്നത്? ആ ഭാഗമൊന്നും നമ്മൾ തൊടുന്നില്ല. സ്തോത്രം. പെട്ടെന്ന് യേശു അവരുടെ സംശയങ്ങൾക്ക് ഒരു അറുതി വരുത്തുകയാണ്. യേശു പറയുകയാണ്, 11-ാം വാക്യം വായിക്കാം. അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. അത് കണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായത് മഹാ അത്ഭുതം നടത്തുകയാണ്. അങ്ങനെയുള്ള സീസണിലാണ് ഹല്ലേലൂയ എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കാ എന്ന് പറഞ്ഞപ്പോൾ സ്വത്രം ആ പക്ഷപാതക്കാരൻ എഴുന്നേറ്റ് പെട്ടെന്ന് ക്ഷണത്തിൽ എഴുന്നേറ്റ് നടന്ന് അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്ന ഒരു സീസണിലാണ് ദൈവം ദൈവസഭയെ കൊണ്ടുവന്ന് ആക്കിയിരിക്കുന്നത്. ഞാൻ പ്രവചിക്കുകയാണ്, ഇതൊരു പക്ഷേ നിങ്ങൾ നിരങ്ങിയായിരിക്കാം, നിങ്ങളെ എടുത്തുകൊണ്ടായിരിക്കാം, നിങ്ങൾ മനപ്പീഡയിലായിരിക്കാം, നിങ്ങൾ പക്ഷപാതക്കാരനെ പോലെ മനസ്സിൽ ശരീരത്തിൽ പക്ഷപാതത്തിന്റെ അവസ്ഥ പിടിച്ചായിരിക്കാം ഈ മെസ്സേജ് കേൾക്കുന്നത്. Maybe you have come crawling, maybe you have come paralyzed, maybe you have come sick, maybe you have come in a heartbroken condition. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കുവാൻ ദൈവം തന്റെ ജനത്തെ ആവശ്യപ്പെടുകയാണ്, തന്റെ മക്കളോട് ആവശ്യപ്പെടുകയാണ്. Create an atmosphere and make history. കർത്താവിന്റെ കരത്തെ ചലിപ്പിച്ചത്, യേശുവിന്റെ കരത്തെ ചലിപ്പിച്ചത്, ഒരു അത്ഭുതം അവിടെ സൃഷ്ടിച്ചെടുത്തത്, ഒരു അത്ഭുതം അവിടെ വെളിപ്പെട്ടത് യേശു ചിന്തിച്ചതുകൊണ്ടല്ല, യേശു തീരുമാനിച്ചതുകൊണ്ടല്ല. 4 പേരുടെ വിശ്വാസം, 4 people. It was a corporate effort. 4 പേര് കൂട്ടമായി ഒരു ലക്ഷ്യം, ഒരു ആഗ്രഹം, ഒരു ഫോക്കസ്. അങ്ങനെ ദൈവസഭയെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക. കൂട്ടാഭിഷേകം, കൂട്ട ദൈവത്തിന്റെ പ്രവൃത്തികൾ, പുരുഷാരം ഓടിക്കൂടുന്ന അങ്ങനെയുള്ള ദിവസങ്ങൾ, വലിയ കൊയ്ത്തിന്റെ ദിവസങ്ങൾ, കൂട്ട അത്ഭുതങ്ങൾ, കൂട്ട സൗഖ്യങ്ങൾ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്ന, വിസ്മയിക്കുന്ന, ആശ്ചര്യപ്പെടുത്തുന്ന ഇവിടെ അന്തരീക്ഷമുണ്ട്. ഞാൻ പ്രവചിക്കുന്നു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം മുടന്തി വന്നവർ, ഹല്ലേലൂയ, നിരങ്ങി വന്നവർ, എങ്ങനെയെങ്കിലും മറ്റുള്ളവർ ചുമന്നുകൊണ്ട് വന്നവർ ഇന്ന് പകൽക്കാലം എഴുന്നേറ്റ് നടക്കുക. Rise and walk. Rise and walk. എഴുന്നേറ്റ് നടക്കുവാൻ ആ കൽപ്പന റിലീസ് ചെയ്യുന്നു. I declare and decree a turnaround. ഈ ഓൾട്ടറിൽ അങ്ങനെയുള്ള ദൈവസൗഖ്യങ്ങൾ നമ്മുടെ ചലിക്കാത്ത കൈകൾ ക്ഷണത്തിൽ പൊങ്ങി മരിക്കാൻ കിടന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളിയ വ്യക്തിയുടെ മേൽ ദൈവശക്തിയുടെ വ്യാപാരം. ഹല്ലേലൂയ. ഉദരത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തിൽ എന്ന് പറഞ്ഞ സൃഷ്ടിക്കുന്ന അത്ഭുതം കുഞ്ഞുങ്ങളെ കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണം. You are under a miracle atmosphere. ഒരു അത്ഭുതത്തിന്റെ അന്തരീക്ഷത്തിലാണ്, ഒരു ദൈവ മഹത്വത്തിന്റെ അന്തരീക്ഷത്തിലാണ്.
പക്ഷെ അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ ഒരു മഹാ അത്ഭുതം നടന്നു. 40 വയസ്സ് പ്രായമുള്ള 40 വർഷം ജന്മനാ മുടന്തനായ ആ വ്യക്തിയുടെ സ്തോത്രം കാലുകളിലേക്ക് ദൈവശക്തി ഇറങ്ങി. യേശു ചെയ്തത് ഇവിടെ പത്രോസും യോഹന്നാനും ചെയ്യുകയാണ്. അവരതിനെ റെപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. യേശുവിൽ വെളിപ്പെട്ടത് അപ്പോസ്തലന്മാരിൽ വെളിപ്പെട്ടത് അത് ദൈവസഭയിൽ വെളിപ്പെടുന്ന ദിവസങ്ങളാണ്. യേശുവിൽ ഉള്ളത് അത് അപ്പോസ്തലന്മാരായ യോഹന്നാനും പത്രോസും പറയുക, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ഒരു വാക്ക് പറഞ്ഞ യേശുവിന്റെ സൗഖ്യമായി. പത്രോസ് സ്തോത്രം ഹല്ലേലൂയ ആ വാക്കിലൂടെ കൈപിടിച്ച് അവനങ്ങ് എഴുന്നേൽപ്പിച്ചു. വിശ്വാസത്തിൽ അവർ പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഒരു മഹാ അത്ഭുതം സംഭവിക്കുവാൻ ഇടയായിത്തീർന്നു. പക്ഷെ അതുകൊണ്ട് അവസാനിച്ചില്ല. അവർ നിരന്തരം അന്തരീക്ഷത്തെ സൃഷ്ടിക്കുകയാണ്. ആ ദൈവസഭ അത്ഭുതങ്ങളുടെ ഒരു അന്തരീക്ഷമായി തീർന്നു. ദൈവ സാന്നിധ്യത്തിന്റെയും ദൈവ മഹത്വത്തിന്റെയും ഒരു അന്തരീക്ഷമായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായമായപ്പോൾ കൂട്ട സൗഖ്യങ്ങൾ, അത് ചർച്ചിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന, അവരുടെ കൂട്ടായ്മയുടെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു അത്ഭുതമല്ല, അത് അത്ഭുതങ്ങളുടെ ഒരു ഉത്സവമായി തീർന്നു. It became a festival of miracles. We are in a season when it is not just a few miracles here and there, but a festival of miracles. For it's a miracle corporate anointing. അത് കുരുടന്മാർ കാണുകയാ, ബദ്ധന്മാർ സ്വതന്ത്രരാകുക, ഊമർ സംസാരിക്കുക, മുടന്തർ നടക്കുക, കുഷ്ഠരോഗികൾ സൗഖ്യമാകുക, മനുഷ്യർ ഉയർക്കുക. It's an atmosphere of miracles. For our God is a God of miracles. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. സങ്കീർത്തനം 68:20 വാക്യത്തിൽ ദാവീദ് ദൈവത്തെ രുചിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ പറയുക, തന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ദൈവത്തെ കുറിച്ച് പറയുന്ന ഈ ഒരു വെളിപ്പാട് നമുക്ക് കേട്ടേ. സ്തോത്രം. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവ തന്നെ. നമ്മുടെ ദൈവം, our God is a God of miracles. If you want to create miracles, if you want to birth miracles, if you want to create an atmosphere of miracles, you better know your God. നമ്മുടെ ദൈവത്തെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, ഹല്ലേലൂയ, അവൻ സമാധാന പ്രഭു, ഹല്ലേലൂയ, അവൻ ഉദ്ധാരണങ്ങളുടെ ദൈവം. He is a God of miracles. Amen. യേശു എന്ത് കണ്ടു? യേശു അവരുടെ വിശ്വാസം കണ്ടു. ഈ 4 പേരുടെ വിശ്വാസം കണ്ടു. എനിക്ക് ഒരു നീക്കുപോക്ക് വേണം. എന്റെ വിഷയങ്ങളുടെ മേൽ കർത്താവിന്റെ ഒരു നീക്കുപോക്ക് എനിക്ക് വേണം. എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് ഒന്ന് അനുകൂലമായി വെളിപ്പെട്ട് വരണം. അങ്ങനെ ദൈവത്തിന്റെ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് നടക്കണമെന്ന് നിങ്ങളുടെ വിശ്വാസം കണ്ടിട്ട് സ്തോത്രം ഹല്ലേലൂയ ദൈവം ചലിക്കുക. 4 വ്യക്തികളുടെ വിശ്വാസം അത്ഭുതത്തെ സൃഷ്ടിക്കുവാൻ ഇടയായിത്തീർന്നു. ഒരു ചലനത്തെ സൃഷ്ടിക്കുവാൻ ഇടയായിത്തീർന്നു. There are no trade secrets. It's a simple fact of the scriptures. It's a simple revelation and truth of the scriptures. പെട്ടെന്നുള്ള ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളെ സ്തോത്രം പിടിക്കാൻ ഇടയായിത്തീരും. നിങ്ങളത് ജീവിതത്തിൽ കാണും. എങ്ങനെ സ്തോത്രം ഈ പക്ഷപാതക്കാരൻ സൗഖ്യമായി, ക്ഷണത്തിൽ സൗഖ്യമായി, അത് നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കാൻ ഇടയായിത്തീരും. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം ആ ഭാഗം തന്നെ ലൂക്കോസ് ഡോക്ടറായിരിക്കുന്ന മെഡിക്കൽ വിദ്യാഭ്യാസമുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ലൂക്കോസിനെ വർണ്ണിക്കുമ്പോൾ സ്തോത്രം ലൂക്കോസ് ചില കാര്യങ്ങൾ കൂടെ എടുത്തു പറയുന്നു. എങ്ങനെയാണ് അവിടെ ഈ സൗഖ്യത്തിന്റെ യേശു ഇന്നലെയും ഇന്നും എന്നും അനന്യനായവൻ. He's the same. He's the same. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ യേശു നമ്മുടെ മധ്യത്തിൽ അവന്റെ കരപ്രവൃത്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നു. അപ്പോൾ എന്താ അവിടെ? അതൊന്ന് നമുക്കൊന്ന് ചിന്തിക്കാം, നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. കർത്താവ് ഒരു സ്ഥലത്ത് പഠിപ്പിക്കുവാൻ ഇരിക്കുകയാണ്. ശാസ്ത്രിമാരും പരീശന്മാരും യെരുശലേമിൽ നിന്ന്, യഹൂദിയ, ഗലീല പല സ്ഥലങ്ങളിൽ നിന്ന് കർത്താവിനോട് സംസാരിക്കുവാൻ, ചോദ്യങ്ങൾ ചോദിക്കുവാൻ, കർത്താവ് എന്താണ് ഇങ്ങനെ, എന്താണ് അങ്ങനെ എന്ന് ചോദിക്കുവാൻ വന്നതാണ്. It was a teaching ministry. പഠിപ്പിക്കുന്ന ഒരു ദിവസമായിരുന്നു കർത്താവ്. പക്ഷെ 4 പേര് ചരിത്രം സൃഷ്ടിക്കുക. ആ ടീച്ചിങ് മീറ്റിങ്ങിനെ ഒരു ഹീലിംഗ് മീറ്റിംഗ് ആയി അതിനെ കൺവേർട്ട് ചെയ്യുക. കർത്താവ് പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുന്ന ഒരു ഉപദേഷ്ടാവിന്റെ അഭിഷേകം. അവൻ പഠിപ്പിക്കുന്ന പോലെ വേറെ ആരും പഠിപ്പിച്ചിട്ടില്ല. എത്ര അധികാരത്തോടെയാണ് അവൻ പഠിപ്പിക്കുന്നത്. അവന്റെ വാക്കുകൾ എന്ത് ഗാംഭീര്യമുള്ളത്, എന്ത് അതോറിറ്റിയുള്ളത്. കേട്ട് പറയുന്ന വ്യക്തികൾ പഠിപ്പിക്കുന്ന പോലെ, പ്രസംഗിക്കുന്ന പോലെ ഒരു വ്യക്തിയല്ല. There's something different about this man. പക്ഷെ അന്നത്തെ ടീച്ചിങ് മീറ്റിംഗ് ഒരു മിറക്കിൾ മീറ്റിംഗ് ആയി മാറുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എന്താ? ദൈവത്തിന്റെ ശക്തി സൗഖ്യമാക്കുവാൻ, ദൈവത്തിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. The power of the Lord was present to heal. ആമേൻ. അതിന്റെ അടുത്ത വാക്യം ഒന്ന് വായിക്കാം, 18-ാം വാക്യം. അപ്പോൾ ചില ആളുകൾ പക്ഷപാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തു കൊണ്ടുവന്നു. ഈ 4 പേര് അന്തരീക്ഷത്തെ മാറ്റിക്കളഞ്ഞു. ഒരു പുതിയ അന്തരീക്ഷത്തെ അവർ സൃഷ്ടിച്ചെടുത്തു. They created an atmosphere. They were atmosphere changers. ആ കരങ്ങളെ ഒന്ന് ചലിപ്പിച്ച് പറയാം. ഹല്ലേലൂയ. പാരും ശൂന്യമായി കിടന്ന ഭൂമിയെ ദൈവം മനോഹരമായ പറുദീസയാക്കി മാറ്റിയതുപോലെ, ഏദന്റെ അനുഭവമാക്കി മാറ്റിയതുപോലെ, ഹല്ലേലൂയ, പാരും ശൂന്യമായി കിടക്കുന്ന സകലത്തെയും ഹല്ലേലൂയ രൂപാന്തരപ്പെടുത്തുവാൻ, ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കുവാൻ നമ്മോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. These 4 men changed the atmosphere. എന്താ സംഭവിച്ചത്? അവരുടെ വിശ്വാസം എന്ത് ചെയ്തു? ദൈവശക്തിയെ തുറക്കുവാനിടയായി തീർന്നു.
അത്ഭുതത്തിന്റെ അന്തരീക്ഷത്തെ സൃഷ്ടിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ പവർ, മറഞ്ഞു കിടന്ന പവർ ഉണ്ട്. ആ ശക്തി അവിടെ ഉണ്ട്. കർത്താവിനെ സൗഖ്യമാക്കുന്ന അത്ഭുത ശക്തി അവിടെ ഉണ്ട്. പക്ഷെ അത് വെളിപ്പെട്ടില്ല. കർത്താവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഈ 4 വ്യക്തികൾ എന്ത് ചെയ്തു? മറഞ്ഞു കിടന്നതിനെ പുറത്തോട്ട് വന്നു, അന്തരീക്ഷത്തെ സൃഷ്ടിച്ചു. We can create atmospheres. നമ്മൾ കാഴ്ചക്കാരായി നോക്കിയിരിക്കുന്നവരല്ല. പരിശുദ്ധാത്മാവിനോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുവാൻ, ചലനങ്ങളെ സൃഷ്ടിക്കുവാൻ, അത്ഭുതത്തിന്റെ അന്തരീക്ഷത്തെ സൃഷ്ടിക്കുവാൻ, ചരിത്രത്തെ സൃഷ്ടിക്കുവാൻ ദൈവം തന്നെ ജനത്തെ വിളിക്കുന്നു. അതെ, അതെ, ഞാൻ എന്റെ സഭയെ പണിയും. എത്ര പേര് അങ്ങനെ ഒന്ന് പണിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നു? അങ്ങനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ, അങ്ങനെ ഒന്ന് ചിന്തിക്കുവാൻ, അങ്ങനെ ഒന്ന് പരിശീലിപ്പിക്കപ്പെടുവാൻ. How many of you are willing to be trained and equipped so that you can be empowered to reign in life? അത് ബാലപാഠങ്ങൾ പറഞ്ഞ് ബാലപാഠങ്ങളിൽ തന്നെ തൃപ്തരായി ഒരു കോഴിക്കുഞ്ഞിനെ പോലെ പറന്നു നടക്കാനാണോ? അല്ല, ആ ചിറകുകളൊന്ന് വിരിച്ച് ഒരു കഴുകനെ പോലെ പറന്നു വരുവാൻ, അത്ഭുതത്തിന്റെ അന്തരീക്ഷത്തെ സൃഷ്ടിക്കുവാൻ, ഉണർവിന്റെ അന്തരീക്ഷങ്ങളെ സൃഷ്ടിക്കുവാൻ, ദൈവ പ്രവർത്തികളുടെ അന്തരീക്ഷത്തെ സൃഷ്ടിക്കുവാൻ ഒരു കഴുകൻ പറന്നു വരുന്ന പോലെ. അതെ, ഇന്ന് ദൈവത്തിന്റെ കണ്ണുകൾ, പരിശുദ്ധാത്മാവിന്റെ കണ്ണുകൾ നിങ്ങളിലാണ്. ഹല്ലേലൂയ. നിങ്ങളെ ദൈവത്തിന് കിട്ടുമോ? ആ 4 പേരുടെ കൂട്ടത്തിൽ നിങ്ങൾ കാണുമോ? അങ്ങനെ ചിന്തിക്കുമോ? അങ്ങനെ പ്രവർത്തിക്കുമോ? അങ്ങനെ ചലിക്കുമോ? ഓ ജീസസ്, ഹല്ലേലൂയ. എന്ത് പറ്റി? ആ 4 പേരുടെ വിശ്വാസം ചിലത് അൺലോക്ക് ചെയ്തു. Faith unlocks the realms of God. Faith prepares the way for the supernatural. വിശ്വാസം supernatural വേണ്ടിയുള്ള വഴികൾ തുറക്കുന്നു. No secret. It's not secret. It's plain revelation of the scriptures. Faith prepares the way for the supernatural. Faith opens the door for miracles. വിശ്വാസം അത്ഭുതങ്ങളുടെ വാതിലുകളെ തുറക്കുന്നു. Faith creates atmospheres. വിശ്വാസം അന്തരീക്ഷങ്ങളെ സൃഷ്ടിക്കുന്നു. Faith moves God and faith moves mountain. ഇന്ന് ചോദ്യം, അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടോ? വിശ്വാസത്തിൽ ചലിക്കുവാൻ കഴിയുന്നവരുണ്ടോ? വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ എടുക്കാൻ? അതോ കാത്തിരിക്കുവാണോ? ഈ 4 പേര് ചെയ്ത പോലെ ആ പക്ഷപാതക്കാരെ ചുമന്ന് ഒരു ചരിത്രം സൃഷ്ടിച്ചതുപോലെ ആ പക്ഷപാതക്കാരെ സൗഖ്യമാക്കിയ ആ കരം നിങ്ങളിലേക്ക് ചാഞ്ഞിറങ്ങുകയാണ്. നിങ്ങളുടെ ഒരു കൈയടി, നിങ്ങളുടെ ഒരു ആമീൻ, നിങ്ങളുടെ ഒരു അന്യഭാഷ, വിശ്വാസത്തിൽ നിങ്ങൾ എടുക്കുന്ന ആ സ്റ്റെപ്പുകൾ അന്തരീക്ഷത്തെ സൃഷ്ടിക്കുവാൻ ഇടയായി തീരും. അത്ഭുതങ്ങളെ തുറക്കുവാൻ ഇടയായി തീരും. ആത്മതലങ്ങളെ, റെൽമിനെ തുറക്കുവാൻ, സ്പിരിറ്റ് റെലത്തെ തുറക്കുവാൻ ഇടയായി തീരും. ഇന്നും ദൈവം നോക്കുന്ന, വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? It's no secret. Faith moves the miracle working hand of God. ഇന്ന് സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾ നടക്കട്ടെ. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറന്നു വരട്ടെ. ആ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. ആ ക്യാൻസർ ഉരുകി മാറട്ടെ. ആർത്തറൈറ്റിസിന്റെ ദുർഭൂതം യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ആ മാനസിക രോഗം ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ആ കുരുടി കണ്ണുകൾ തുറന്നു വരട്ടെ. അന്ധത ഉണ്ടാക്കുന്ന കുരുടിന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ വത്സിക്കുന്നു. ആ ചെവികൾ തുറന്നു വരട്ടെ. ചലിക്കാത്ത കൈകൾ ചലിക്കട്ടെ, ചലിക്കാത്ത കാലുകൾ ചലിക്കട്ടെ. വേദനകൾ മാറട്ടെ, മൈഗ്രൈനുകൾ സൗഖ്യമാകട്ടെ, ഡയബറ്റീസ് സൗഖ്യമാകട്ടെ, പ്രഷറിന്റെ രോഗം, ഹൈപ്പർ ടെൻഷൻ സൗഖ്യമാകട്ടെ, ഹാർട്ടിന്റെ അസുഖങ്ങൾ സൗഖ്യമാകട്ടെ. അത്ഭുതത്തിന്റെ അന്തരീക്ഷം, ആ മിറക്കിൾ അറ്റ്മോസ്ഫിയർ. റിസീവ് യുവർ മിറക്കിൾ, റിസീവ് യുവർ മിറക്കിൾ. ഇപ്പോൾ തന്നെ അത്ഭുതം അതൊന്ന് സ്വീകരിക്കാം, ഒന്ന് പിടിച്ചെടുക്കാം. ഐ റിസീവ് മൈ മിറക്കിൾ. ഉദരങ്ങൾ തുറന്നു വരികയാണ്, കണ്ണുകൾ തുറന്നു വരികയാണ്, ചെവികൾ തുറക്കുകയാണ്. കുടുംബത്തിലുള്ള വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ശക്തിയോടെ ഇറങ്ങുകയാണ്. മരണത്തിൽ നിന്നും നീക്കുപോക്കുകൾ ദൈവം നൽകുകയാണ്. എന്താണ് ഒരു അത്ഭുതം? വാട്ട്സ് എ മിറക്കിൾ? മനുഷ്യന്റെ അസാധ്യതകളിൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വരുന്നതാണ് ഒരു അത്ഭുതം. മനുഷ്യൻ വരിമുട്ടി നിന്ന് ഒന്നും ചെയ്യുവാൻ കഴിയാതെ നിസ്സഹായനായി നിൽക്കുമ്പോൾ, മനുഷ്യൻ അസാധ്യമായിരിക്കുമ്പോൾ, നിന്റെ അസാധ്യതകളുടെ മധ്യത്തിൽ ഇന്ന് അസാധ്യതകൾ നേരിടുന്നുണ്ടോ? ഇന്ന് അങ്ങനെയുള്ള വിഷയങ്ങൾ നേരിടുന്നുണ്ടോ? അങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങളുടെ മക്കൾ നേരിടുന്നുണ്ടോ? നിങ്ങൾ സാമ്പത്തിക മണ്ഡലത്തിൽ നേരിടുന്നുണ്ടോ? കുടുംബ ജീവിതത്തിൽ നേരിടുന്നുണ്ടോ? ബിസിനസ്സിൽ നേരിടുന്നുണ്ടോ? ആരോഗ്യത്തിൽ നേരിടുന്നുണ്ടോ? നിങ്ങളുടെ അസാധ്യതകളുടെ മധ്യത്തിൽ അത്ഭുതങ്ങളുടെ ദൈവം, ഉദ്ധാരണങ്ങളുടെ ദൈവം, വിടുതലുകളുടെ ദൈവം, ചരിത്രങ്ങളെ സൃഷ്ടിക്കുന്ന ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം, മനുഷ്യരെ ഉയർപ്പിക്കുന്ന ദൈവം. Receive your miracle. This is a miracle atmosphere. ചലിക്കാത്ത കാര്യങ്ങൾ ചലിച്ചു തുടങ്ങുകയാണ്. Something is happening. Something is happening. 4 വ്യക്തികൾ യേശുവിനെ സൗഖ്യമാക്കുന്ന ശക്തിയെ പുറത്തുകൊണ്ടിരിക്കുക. ആ 4 പേരുടെ വിശ്വാസം ഒരു റലത്തെ തുറക്കുവാൻ, അവരുടെ വിശ്വാസത്തിന്റെ പ്രവർത്തികൾ, ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ സൃഷ്ടിക്കുവാൻ, the power of the Lord began to manifest. അവരുടെ വിശ്വാസം അത്ഭുതത്തിന്റെ പ്രവർത്തികളെ തുറന്നു വിടുകയാണ്. അവരുടെ ചരിത്രം സൃഷ്ടിച്ച് ദൈവവചനത്തിൽ ബൈബിളിൽ അവർ സ്ഥാനം പിടിക്കുവാൻ ഇടയായിത്തീർന്നു. They created a history. ഇന്ന് എത്ര പേര് ചരിത്രം സൃഷ്ടിക്കും? ദൈവത്തോട് പാർട്ണർ ചെയ്യും. Faith creates atmospheres. പാരും ശൂന്യമായി കിടന്ന സകലത്തിന്മേലും ദൈവം പറയുക, വെളിച്ചമുണ്ടാകട്ടെ. ചലനം,
ചലനമുണ്ടാകിയ പാരം ശൂന്യമായത് രൂപാന്തരം പ്രാപിക്കുക. അവിടെ ചലനങ്ങൾ, അത്ഭുതങ്ങൾ, കുഴഞ്ഞു കിടക്കുന്നത്, ക്രമം തെറ്റിക്കിടക്കുന്നത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വാക്ക് കേൾക്കാം. വിശ്വാസം സംസാരിക്കും, വിശ്വാസം പ്രവചിക്കും, വിശ്വാസം പ്രസ്താവിക്കും. Faith unlocks realms. Faith creates atmosphere. വിശ്വാസം പ്രതലങ്ങളെ സൃഷ്ടിക്കും. ഞാനൊരു പ്രസ്താവന പറയുക. നമ്മുടെ ഈ ഓൾട്ടർ, അപ്പസ്റ്റോളിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിന്റെ ഓൾട്ടർ പല കാര്യങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഇപ്പോൾ തന്നെ വരും ദിവസങ്ങളിൽ മരിച്ചവർ ഉയർക്കുന്ന ഒരു പ്രതലമായി ഡെഡ് റൈസിംഗ് മിനിസ്ട്രി കേരളത്തിൽ, ഭാരതത്തിൽ 6 അലം തുറന്ന് വിടുന്ന ആ അറ്റ്മോസ്ഫിയർ സൃഷ്ടിച്ചെടുക്കുന്ന ഈ നിൽക്കുന്ന ഓൾട്ടറിൽ ഒരു ഡെഡ് ബോഡി വെച്ചുകൊണ്ട് മണിക്കൂറുകൾ പ്രാർത്ഥിച്ച ഒരു സ്ഥലമാണ്. ഏകദേശം 43 വർഷങ്ങൾക്ക് മുമ്പേ ഞാനും പാസ്റ്റർ സുമയും തിരുവല്ലയില് ഇപ്പോഴത്തെ ബിലീവേഴ്സ് ചർച്ചിന്റെ ആ ടൗണിലുള്ള ഹാളിൽ ഒരു മീറ്റിംഗിന് പോയതാണ്. ഒരു ദേവദാസം ക്രമീകരിച്ചു. അന്ന് ഞങ്ങൾ അവിടെ പോകാനിടയായി തീർന്നു. അവിടെ നിന്ന് പ്രവാചക ശബ്ദത്തിൽ ഒരു പ്രവാചകൻ ശുശ്രൂഷിക്കുക. ഒത്തിരി പേരുടെ പേര് വിളിക്കുന്നു, ഒത്തിരി പേരെ ദൂത് പറയുന്നു. കുമിളിൽ നിന്ന് വന്ന ഒരു പ്രവാചകനാണ്. അവിടെയുള്ള ആൾക്കാരെ ഒന്നും അറിയുകയില്ല. പതുക്കെ ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നു. ഞങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി. താൻ ചോദിക്കുന്ന ഒരു ചോദ്യ, ഡോക്ടറാണെന്നും സർജനാണെന്നും പുഷ്പരി വർക്ക് ചെയ്യുന്നൊന്നും അറിയത്തില്ല. ചോദിക്കുക, കണ്ണി ചോദിക്കുക, നോക്കി ചോദിക്കുക, മരിച്ചവർ ഉയർക്കുമോ? മരിച്ചവർ ഉയർക്കുമോ? ചോദ്യം. ആ സമയങ്ങളിൽ രാത്രിയാമങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തെ റിലീസ് ചെയ്യുക. 2 മണിക്ക് 3 മണിക്കൊക്കെ രാത്രികളിൽ ഞങ്ങൾ കൂടി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ സഭയുടെ ആരംഭത്തിൽ ദൈവം തന്ന വിളിച്ചോ വെളിപ്പാടനുസരിച്ച് അന്തരീക്ഷങ്ങളെ സൃഷ്ടിക്കുക, ഉണർവിനെ ജനിപ്പിക്കുക. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം പറഞ്ഞ് പാസ്റ്റർ പ്രാർത്ഥിക്കുക. രാത്രി 2 മണിക്ക് 3 മണിക്ക് ഹല്ലേലൂയ. വിശ്വസിക്കുന്ന അജിത്ത് കൈവയ്ക്കും, ദുരാത്മാക്കൾ പുറത്തു പോകും. വിശ്വസിക്കുന്ന അജിത്ത് കൈവയ്ക്കും. ഞാൻ പേഴ്സണലൈസ് ചെയ്ത് ഞാൻ കൂടെ പ്രാർത്ഥിക്കുന്നവരും നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുക. നമ്മൾ കൈവയ്ക്കും, പുതുഭാഷകൾ സംസാരിക്കും. 2-ാമത്തെ അടയാളം, നിങ്ങൾ രോഗികളുടെ മേൽ കൈവയ്ക്കും, സൗഖ്യമാകും. വിശ്വസിക്കുന്ന അജിത്ത് കൈവയ്ക്കും. ഈ കൈകളാൽ അനേകർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്. 1000-ൽ കുറയാതെ ആൾക്കാരെ ഒരു പരിശുദ്ധാത്മാവിന്റെ എൻകൗണ്ടറിലേക്ക് അവർക്ക് ട്രേസ് ചെയ്യാം. പാസ്റ്റേഴ്സ് വന്നു, പ്രസംഗിച്ചു, സംസാരിച്ചു, കൈവച്ചു, ഞാൻ അഭിഷേകം പ്രാപിച്ചു. 1000കണക്കിന് ആൾക്കാർ സ്തോത്രം അവർ പൊതുഭാഷകളിൽ സംസാരിക്കാൻ അത് അവരുടെ അനുഭവമായി തീർന്നു, ചരിത്രമായി തീർന്നു. അനേക രോഗികൾ ഈ കൈകളാൽ സൗഖ്യമായിട്ടുണ്ട്. അനേക ദുരാത്മാക്കൾ, കൂട്ടമായ ദുരാത്മാക്കൾ പോകുന്ന, 1ഉം 2ഉമല്ല, കൂട്ടമായി ചില സമയത്തൊക്കെ ആ അഭിഷേകത്തിന്റെ അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ, ഇന്നെന്ന് പോലെ ഞാൻ ഓർക്കുന്നു, ഞാൻ ഹരിയാനയിലായിരുന്നു. ഒരു ദിവസം പ്രസംഗിക്കാൻ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ അന്തരീക്ഷം മാറി. എണ്ണിച്ചു നിന്ന് യേശു എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ദുർഭൂതങ്ങൾ ആടാൻ തുടങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. അന്തരീക്ഷം മാറി. പരിശുദ്ധാത്മാവോട് കേട്ടു, നീ ഒത്തിരി പ്രസംഗിക്കണ്ട, യേശുവിന്റെ നാമത്തിൽ ആ ദുർഭൂതങ്ങളെ പുറത്തിറക്കാൻ പറ. ഒരു പാട്ട് കൂടെ പാടാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് സ്തോത്രം, ദുർഭൂതങ്ങൾ അവിടെ നിന്ന് എല്ലാം ഇറങ്ങാൻ തുടങ്ങി. 1ഉം 2ഉമല്ല, കൂട്ടമായി. ഒരു വ്യക്തിക്ക് എത്ര ദുരാത്മാക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യും? ആൾക്കാര് അതിശയിച്ച് നിൽക്കുക. അവിടെ ഭൂതം, ഇവിടെ ഭൂതം, അവിടെ ദുരാത്മാ, അവിടെ ദുരാത്മാ. 6 അലം തിരിച്ചറിഞ്ഞ ദേവദാസന്മാരുണ്ട്. അവര് എന്നെ അറിയുന്ന ചിലർ ഹീലിംഗ് മിനിസ്റ്ററായിട്ട് അറിയും, ചിലർ ഡെലിവറൻസ് മിനിസ്റ്ററായിട്ട്. അവരുടെ കണ്ണുകളുടെ മുമ്പിലാണ് ഇതെല്ലാം നടന്നത്. Faith unlocks realms. നിയർ ഡെത്തിൽ നിന്ന് ഒരു വ്യക്തി പുറത്തു വന്നു. മരിച്ചവരുടെ അവയവങ്ങൾ ജീവിക്കുവാനിടയായി തീർന്നു. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ, ഈ സീസണിന്റെ പ്രത്യേകത ഇത് 1ഉം 2ഉം 3ഉം 10ഉം 15ഉം 100ഉം 200ഉം 1000ഉം അത്ഭുതങ്ങളല്ല, ഇത് അത്ഭുതങ്ങളുടെ ഒരു പെരുമഴയുടെ സീസണാണ്. ഒരു മഴ അവിടെ വീണു, ഒരു മഴ ഇവിടെ വീണു. അല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വിടുന്നു. അതിന് ദൈവം കൂട്ടമായ ഒരു അഭിഷേകത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ, a corporate anointing, a corporate miracle anointing. Amen, amen. God is looking for certain people who can believe God, who can use their faith to unlock realms, create atmospheres, open the miraculous. ഈ കുമിളിൽ നിന്ന് പ്രവാചകൻ ചോദിക്കുക, മരിച്ചവർ ഉയർക്കുമോ? ഞങ്ങളുടെ രഹസ്യ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ പറയുക, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ മരിച്ചവർ ഉയർക്കും. അന്ന് ഉണർവും രോഗസൗഖ്യമൊക്കെ അല്പം പറയുന്ന സമയങ്ങളാണ്. പക്ഷെ മരിച്ചവർ ഉയർക്കുമെന്ന് പ്രാഗൽഭ്യത്തോടെ പറയുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു ഡെഡ് ബോഡി ഉണ്ടെങ്കിൽ സ്വന്തം ഭയമില്ലാതെ പോയി യേശുവിന്റെ നാമത്തിൽ നടന്നാലും നടന്നില്ലേലും വിശ്വാസത്തെ ഒന്ന് റിലീസ് ചെയ്യുവാൻ. വാ സ്തോത്രം. എഴുന്നേറ്റ് നിർത്തി ഞാൻ പറഞ്ഞു, നിശ്ചയമായി മരിച്ചവർ ഉയർക്കും. അതെ, ദൈവം താങ്കളെ അതിനുവേണ്ടിയാണ് കണ്ടിരിക്കുന്നത്, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ. Dead raiser anointing, dead raiser mantle, dead raiser ministry. Hallelujah. Apostolic living faith ദൈവം നൽകുന്ന ഒരു ടാസ്ക് ആണ്, ഒരു അവസരമാണ്, ഒരു ചരിത്രം സൃഷ്ടിക്കുവാൻ ദൈവം നമുക്ക് തരുന്ന ഒരു അവസരമാണ്. Hallelujah. A church that is known to raise the dead. മരിച്ചവരെ ഉയർപ്പിക്കുവാനുള്ള വിശ്വാസം. Come on somebody, ആ കരം ഒന്ന് അടിച്ച്. ആ 4 പേര് യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, ടീച്ചിങ് മിനിസ്റ്റർ നടക്കുക. പക്ഷെ 4 പേരെ തീരുമാനിച്ചു, ഞങ്ങൾക്ക് പഠിപ്പീര് വേണം, ഉപദേശം വേണം, പക്ഷെ ഞങ്ങളുടെ കൂട്ടുകാരൻ അവൻ സൗഖ്യമാകണം.
അവര് ചലിച്ചുടങ്ങി, അവര് വിശ്വാസത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി. യേശുവിൽ മറഞ്ഞിരിക്കുന്ന ആ സൗഖ്യത്തിന്റെയും അത്ഭുതത്തിന്റെയും ആ പ്രതലം അങ്ങോട്ട് തുറക്കുക. യേശു നോക്കുക, ആരാ 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 ആ ശക്തി തുറന്നു വിടുന്ന? ആരാണ് എന്റെ കരത്തെ തുറക്കുന്ന? 12 വർഷം രക്തസ്രാവക്കാരി സ്ത്രീ, ഒറ്റ മകൾ തീരുമാനിച്ചു. 12 വർഷം രക്തസ്രാവമാണ്, ലോകത്തിന് അറിയില്ല. വൈദ്യന്മാരെടുത്ത് പോയി, സ്തോത്രം, എല്ലാം കുഴപ്പത്തിലായി. ബൈബിൾ പറയുന്ന അവള് വളരെ പരവശയായി തീർന്നു. പക്ഷെ അവളെ യേശു ആരാണ് തിരിച്ചറിഞ്ഞു. അത്ഭുതങ്ങളുടെ ദൈവം, സൗഖ്യങ്ങളുടെ ദൈവം, വീര്യം പ്രവർത്തിക്കുന്ന ദൈവം. എന്റെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ, എന്റെ അസാധ്യതകളുടെ മധ്യത്തിൽ ആ കരമിറങ്ങി വരുന്ന യേശുവാണ്. അവൾ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, അവൾ ചെന്ന് പറയാൻ തുടങ്ങി. Faith unlocks realms. അവൾ അന്തരീക്ഷത്തെ സൃഷ്ടിക്കാൻ തുടങ്ങി. ഞാൻ പോകും, ഞാൻ എഴുന്നേക്കും, ഉറപ്പാ ഞാൻ ആ തൊങ്ങലിൽ കയറിത്തോളും. അതിനിടയ്ക്ക് കാണും ആരെങ്കിലും എന്നെ കണ്ടുപിടിച്ച് കല്ലെറിഞ്ഞു കൊന്നാൽ സാരമില്ല, റിസ്ക്. ഫെയ്ത്ത് ഇസ് റിസ്ക്. സുഖകരമല്ല. എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന നല്ല വിശ്വാസം. It's a risk. അവൾ റിസ്ക് എടുക്കുക. ഹല്ലേലൂയ. ആരും ചെയ്യാത്തത് അവൾ ചെയ്യുക. ആരും അവളോട് പറഞ്ഞിട്ടില്ല ആ വസ്ത്രത്തിന് തൊങ്ങലിൽ തൊട്ടാൽ സൗഖ്യമാകുന്നത്. അവളുടെ വിശ്വാസം, അവളുടെ ഉള്ളിൽ വിശ്വസിച്ചു. അവൾ പറഞ്ഞു, അവള് റെലം അൺലോക്ക് ചെയ്യുക, തുറന്നു വിടുക. You can open realms. Faith opens realms. Faith opens realms. Faith creates atmospheres. Wow, hallelujah. നീ പെട്ടെന്ന് അന്തരീക്ഷത്തെ അടച്ച ഒരു കൂട്ടത്തെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൽ അത്ഭുതം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വന്ന യേശുവിനെ ലോക്ക് ചെയ്ത, അടച്ച, പ്രവർത്തിക്കുവാൻ കഴിയാതെ യേശുവിന്റെ ആ റലത്തെ അടച്ച ഒരു സമൂഹം നമുക്ക് വായിക്കാം. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം അത് വായിക്കാം. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് തന്റെ പിതൃനഗരത്തിൽ ചെന്നു, അവന്റെ ശിഷ്യന്മാരും അനുഗമിച്ചു. അപ്പോൾ യേശു ശിഷ്യന്മാരൊക്കെ പിതൃഭവനത്തിൽ നാട്ടിൽ പോകാൻ നസ്രത്തിൽ പോവുകയാണ്. താൻ ജനിച്ചു വളർന്ന നാളാ. അവിടെയാണ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടക്കേണ്ടത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ദൈവപ്രവൃത്തി നടക്കേണ്ടത്. അവരാണ് ഏറ്റവും എക്സൈറ്റഡ് ആകേണ്ടത്. അവിടെയാണ് ഏറ്റവും കയ്യടി ഉണ്ടാകേണ്ടത്. പക്ഷെ വിപരീതമായ കാര്യമാണ് നസ്രത്തിൽ നടക്കുന്നത്. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. യേശുവിനെ വളരെ പരിചിതമായിരുന്നവര്, യേശു ആരാണെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് വലിയ വലിയ കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും യേശു പറയുന്നത് കേൾക്കാനോ അത് സ്വീകരിക്കുവാനോ അതനുസരിച്ച് മനസ്സൊന്ന് രൂപാന്തരപ്പെടുത്താനോ അതനുസരിച്ച് ഒന്ന് അപ്ഗ്രേഡ് ആകാനോ കഴിയാതെ അവനിൽ ഇടറിപ്പോയ ഒരു ദേശം. ശബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും കേട്ട് വിസ്മയിച്ചു. ഇവ എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവന്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത്? 3-ാമത്തെ വാക്യം. ഇവൻ മറിയയുടെയും മകനും യാക്കോബ്, യോസെ, യൂദാ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. അവങ്കൽ യേശുവിൽ ഇടറിപ്പോവാനിടയായി. പരിചയമായി പോയി. അറിയാമല്ലോ, യേശുവിനെ അറിയാമല്ലോ, വീട്ടറിയാം അല്ലേ? പലപ്പോഴും ഹല്ലേലൂയ ദൈവമക്കളെ, പരിചയം തടങ്കൽ പാറയായി തീരരുത്. മുൻ പരിചയങ്ങൾ, മുൻവിധികൾ, our familiarity and our prejudice must never block the work of God. ദൈവം ഇങ്ങനെയാണ് ചലിച്ചത്, ദൈവം അങ്ങനെയാണ് ചലിച്ചത്, ദൈവം ഈ രീതിയിലാണ്. ഈ വ്യക്തി നമുക്കറിയാമല്ലോ, ഇത് പണ്ട് നമ്മുടെ പാസ്റ്റർ. ഹല്ലേലൂയ. അനുഗ്രഹമാണ് പരിചയങ്ങൾ. യേശു തന്റെ സ്വന്തം ഭവനത്തിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് വരുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടക്കേണ്ടത്. പക്ഷെ അവങ്കൽ ഇടറിപ്പോയി. അവന്റെ കാണുകളൊന്നും പറയുന്നില്ല. പക്ഷെ പരിചയം, മുൻവിധികൾ യേശുവിന്റെ റലത്തെ അടയ്ക്കുക. 5-ാം വാക്യം നമുക്ക് വായിക്കാം. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ. എന്നാലും എന്താ കർത്താവിന്റെ ഹൃദയം ഒന്ന് കണ്ടേ. രോഗികളെ കാണുമ്പോൾ മനസ്സലിവുള്ള ആ റലം തുറക്കണമെന്ന് ആഗ്രഹിച്ച കർത്താവ് അങ്ങോട്ട് ഇടിച്ചു കയറുകയാണ്. ലിമിറ്റഡ് ആയി പോയി. യേശു ലിമിറ്റഡ് ആയി പോയി. പൗലോസ് ലിമിറ്റഡ് ആയി എന്നല്ല പറയുന്നു. യേശു തന്റെ പട്ടണത്തിൽ, തന്റെ ഭവനത്തിൽ, തന്റെ ദേശത്തിൽ കർത്താവ് പ്രവർത്തിക്കുവാൻ, ആ അത്ഭുതം തുറന്നു വിടുവാൻ കഴിയാതെ പരിമിതനായി പോയി. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കുക എന്നല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. 6-ാമത്തെ വാക്യം. അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. യേശു ആശ്ചര്യപ്പെടുക. യേശു വിശ്വാസം കാണുമ്പോൾ ആശ്ചര്യപ്പെടും. മനുഷ്യരുടെ അവിശ്വാസവും കഠിന ഹൃദയവും കാണുമ്പോഴും ആശ്ചര്യപ്പെടും. Unbelief locks the realms of God. Faith opens the realms, unlocks the realms of God. വിശ്വാസം ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രതലങ്ങളെ തുറക്കുമ്പോൾ അവിശ്വാസം, സംശയം, ഭയം, മുൻവിധികൾ, ദുർഭാഷണങ്ങൾ, ദുർവർത്തമാനങ്ങൾ, വഴക്കുകൾ ആ ലിസ്റ്റിൽ ഇങ്ങനെ കൂടിച്ചേർക്കാം. വിശ്വാസ റലത്തെ തുറക്കുമ്പോൾ, അത്ഭുതത്തെ സൃഷ്ടിക്കുമ്പോൾ, അന്തരീക്ഷത്തെ സൃഷ്ടിക്കുമ്പോൾ, when faith creates atmospheres, unbelief destroys atmospheres. അവിശ്വാസം അന്തരീക്ഷത്തെ മലിനപ്പെടുത്തും, അടച്ചുകളയും. സംശയം അടച്ചുകളയും. ദൈവത്തിന്റെ ഫ്ലോ, സൂപ്പർ നാച്ചുറൽ ഫ്ലോയെ, ഉണർവുകളെ അവിശ്വാസം, സംശയം അടച്ചുകളയും. ദൈവപ്രവൃത്തികളെ കോട്ടികളയും. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കരുടെ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത്, do not quench the Holy Spirit. കത്തിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ തീയെ എന്ത് ചെയ്യരുത്? കെടുത്തിക്കളയരുത്.
അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ തീകളെയും ഉണർവുകളെയും ചലനങ്ങളെയും കെടുത്തിക്കളയാം. അവിശ്വാസം കെടുത്തിക്കളയും, സംശയം കെടുത്തിക്കളയും, ദുർവർത്തമാനങ്ങൾ, ദുർഭാഷണങ്ങൾ കെടുത്തിക്കളയും, വഴക്കുകൾ കെടുത്തിക്കളയും. അന്തരീക്ഷത്തെ സൃഷ്ടിക്കുവാൻ, അതിനെ ജനിപ്പിക്കുവാൻ ഒരു അഭിഷേകമാണ് നമ്മുടെ മേൽ ദൈവം പകരുന്നത്. ഇന്ന് ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ, ഈ ദൂതുകൾ നമ്മെ ഒന്ന് പണിഞ്ഞെടുക്കുകയാണ്. It's not up to God to create atmospheres. God wants you, me, us to create atmospheres. ചെങ്ങന്നൂർ മാറുമോ ഇല്ലയോ എന്ന് ദൈവത്തിന്റെ കയ്യിലല്ല. അത് മാറണമെന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പേ കാൽവറി ക്രൂശിൽ തന്റെ രക്തം ചിന്തിയതിലൂടെ ചെങ്ങന്നൂർ യേശുവിന്റെ ഊരായി തീർന്നു. പക്ഷെ ഇന്ന് ഒരു പുത്രനുണ്ടോ, ഒരു പുത്രിയുണ്ടോ? ഒന്ന് എഴുന്നേറ്റ് നിന്ന് എന്റെ ചെങ്ങന്നൂർ, ഇതെന്റെ രാജാവിന്റെ യേശുവിന്റെ ഊരാ. ഇവിടുത്തെ ജനത്തെ പീഡിപ്പിച്ച് ബന്ധനത്തിലാക്കി, രോഗത്തിന്റെ അടിമത്തിലാക്കി, ദുർമന്ത്രവാദത്തിന്റെ അടിമത്തത്തിലാക്കുന്ന ദുഷ്ട പിശാച സാത്താന്യ ശക്തികളെ ഞാൻ എന്റെ സഭയെ പണിയും. ഇന്ന് എത്ര പേര് ആ വിശ്വാസത്തെ ഒന്ന് തുറന്നു വിടും? എത്ര പേര് വിശ്വസിക്കും? ഹല്ലേലൂയ, ആമേൻ. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 53-ാമത്തെ വാക്യത്തിലേക്ക് കർത്താവ് സ്തോത്ര നസ്രയത്തിൽ നിന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് പോകുന്നു. ആ ദേശക്കാർക്ക് ഭയങ്കര പ്രത്യേകതയാണ്. ഗന്നസറേത്തിൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെട്ടു. ഒരു അത്ഭുതത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുവാൻ ഇടയായി തീർന്നു. പഠിക്കാം എങ്ങനെയാണ് നസ്രത്ത് അടച്ചു കളഞ്ഞപ്പോൾ ഗന്നസറേത്തിലെ ആൾക്കാർ, ആ ജനം, ആ ദേശം, ആ കൂട്ടം, ആ ഗണം ദൈവ പ്രവൃത്തികളെ തുറന്നത്. It's no secret. It's no secret. Faith unlocks the realms of God. Faith creates an atmosphere. Faith moves God. Faith opens the doors of the miraculous. Faith prepares the way for the supernatural. It's no secret. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 53-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് പോകാം. അവർ അക്കരെ എത്തി ഗന്നസറത്ത് ദേശത്ത് അണഞ്ഞു. അപ്പോൾ യേശു ശിഷ്യന്മാരും ഗന്നസറത്തിലേക്ക് എത്തുകയാണ്. നസ്രത്തിൽ പോയതുപോലെ ഇപ്പോൾ ഗന്നസറത്തിലേക്ക് പ്രവേശനം ചെയ്യുകയാണ്. അവർ പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ, ഇന്ന് യേശു തന്റെ ദൂതന്മാരോടുകൂടെ എന്തോ ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ആമേൻ. ഇത് നസ്രത്താണോ ഗന്നസറത്താണോ എന്ന് സ്തോത്രം, ഹല്ലേലൂയ. യേശുവിനെ കണ്ടറിയണം. നസ്രത്തിന്റെ മനോഭാവമാണോ, നസ്രത്തിന്റെ ആറ്റിറ്റ്യൂഡ് ആണോ, ആ ചിന്താഗതികളാണോ, നസ്രത്തിന്റെ ജനത്തിന്റെ ആ കാഴ്ചപ്പാടുകളാണോ? എന്താണ് അവർ ചെയ്തത്? അവരുടെ പ്രത്യേകത എന്തായിരുന്നു? യെസ്, അവർ പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ജനങ്ങൾ അവനെ അറിഞ്ഞു. ആ നാട്ടിലൊക്കെയും ചുറ്റി ഓടി, യേശു വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട്. ഓ ഹല്ലേലൂയ. അവൻ ഉണ്ടെന്ന് കേൾക്കുന്ന ഇടത്തേക്ക് ദീനക്കാരെ കിടക്കയിൽ എടുത്തുകൊണ്ട് വന്നു തുടങ്ങി. അവൻ വന്നിട്ടുണ്ട് എന്ന് കേട്ട ആ മാത്രയിൽ എന്താ ചെയ്യുന്നത്? ദീനക്കാരെ എല്ലാം എടുത്തുകൊണ്ട് യേശു ആയിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ഓടുകയാണ്. ഹല്ലേലൂയ. ഊരുകളിലോ പട്ടണങ്ങളിലോ കുടികളിലോ അവൻ ചെന്നിടത്തൊക്കെയും അവർ ചന്തകളിൽ രോഗികളെ കൊണ്ടുവന്ന് വെച്ചു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊടേണ്ടതിന് അപേക്ഷിക്കുകയും, കർത്താവൊന്നും വന്ന് തൊടണ്ട, ഞങ്ങൾ അങ്ങോട്ട് തൊട്ടേക്കാം. കർത്താവിനെ എല്ലാവരും തൊടാനൊന്നും ചിലപ്പോൾ സമയം കാണത്തില്ലായിരിക്കും. വലിയ പുരുഷാരമല്ലേ, വലിയ കൂട്ടമല്ലേ, പുരുഷാരമല്ലേ വന്നിരിക്കുന്ന ക്രൗഡല്ലേ. അപ്പോൾ എന്ത് സംഭവിച്ചു? അവനെ തൊട്ടവർക്കൊക്കെയും സൗഖ്യം വരികയും ചെയ്തു. കരകളൊക്കെ വിഷയം, അവരെ തൊട്ടവർക്ക് നിങ്ങൾ ഒരു അന്തരീക്ഷത്തിന് കീഴില. യേശു തൊട്ടാലും നിങ്ങൾ യേശുവിനെ തൊട്ടാലും സെയിം എഫക്റ്റാ. ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന ഈ അന്തരീക്ഷം ഇത് ദൈവ പ്രവർത്തികളുടെ അന്തരീക്ഷമാണ്. ഈ ഓൾട്ടറിൽ അത്ഭുതങ്ങൾ വ്യാപരിക്കുന്നു, വലിയ വിടുതലുകൾ വ്യാപരിക്കുന്നു, വലിയ രൂപാന്തരങ്ങൾ, മാനസാന്തരങ്ങൾ വ്യാപരിക്കുന്നു, ഡെസ്റ്റിനികൾ മാറുന്നു, ശുശ്രൂഷന്മാർ പുറത്തു വരുന്നു, തീ പടരുന്നു, എണ്ണ പകരപ്പെടുന്നു. ഒന്നെങ്കിൽ അങ്ങോട്ട് വന്ന് പകരും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് പ്രാപിക്കുന്നവർ പ്രാപിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിച്ചാൽ ആ തീ കത്തും, ആ എണ്ണ വെളിപ്പെടും, ആ അഭിഷേകം. അത്ഭുതങ്ങളുടെ അന്തരീക്ഷം ഗന്നസറത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. എവിടെ പോയാലും അത്ഭുതം. നാട്ടിൽ അത്ഭുതം, വീട്ടിൽ അത്ഭുതം, റോഡിൽ അത്ഭുതം, മാർക്കറ്റിൽ അത്ഭുതം, തെരുവുകളിൽ അത്ഭുതം. ഹല്ലേലൂയ, മിറക്കിൾ. എന്താണ് അത്ഭുതം? മനുഷ്യന്റെ അസാധ്യതകളിൽ ദൈവത്തിന്റെ കരമിറങ്ങി വരുന്നതാണ് അത്ഭുതം. We believe in miracles. ആ കാര്യം ഒന്ന് വിശ്വസിച്ച് പറയാം, ഞങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. മനുഷ്യരുടെ അസാധ്യതകളിൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നതാണ്. വഴിമുട്ടി സാധ്യതകൾ അടഞ്ഞ് നീ മരിക്കാൻ മാത്രമേ സാധ്യത ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി അന്തരീക്ഷങ്ങളെ മാറ്റുന്ന, അവസ്ഥകളെ മാറ്റുന്ന എന്റെ ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി പരിവർത്തിക്കുവാൻ കഴിയും. നിന്റെ അടഞ്ഞ അവസ്ഥകളെ തുറക്കുവാൻ കഴിയും. ഏത് താമ്രവാതിലാണെങ്കിലും, ഏത് ഇരുമ്പോടാമ്പലുകളാണെങ്കിലും, എന്റെ യേശുവിന്, എന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്, ഞാൻ ചുമക്കുന്ന മഹത്വത്തിന്, ഞാൻ കൊണ്ടു നടക്കുന്ന ആ അന്തരീക്ഷത്തിന് നിന്റെ ഇരുമ്പോടാമ്പലുകളെ കണ്ടിക്കുവാൻ കഴിയും. എന്റെ ദേശം മാറും. എന്റെ ചെങ്ങന്നൂർ സിയോന്റെ ഊരായി മാറും. ഇത് മഹാരാജാവിന്റെ പട്ടണമായി, ലോക രാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമായി, ഇത് ദൈവത്തിന്റെ പരദീസയായി മാറും.
സിയോൻ പുത്രന്മാരും പുത്രിമാരും ആനന്ദിക്കുന്ന സ്ഥലമാകും. പുതുവിഞ്ഞ് പകരുന്ന സ്ഥലമാകും. ആൾക്കാർ ഓടിക്കൂടുന്ന സ്ഥലമാകും. ഇത് ഇന്റർനാഷണൽ ന്യൂസ് ആയി മാറും. വലിയ അഡ്വർടൈസ്മെന്റ് ഒന്നും വേണ്ട. ഇത് ചാനലുകൾ പബ്ലിഷ്ഡ് ആകും. മരിച്ചവർ ഉയർക്കുന്നു, അന്ധർ കാണുന്നു, മുടന്തർ നടക്കുന്നു. പുഷ്പഗിരി തള്ളിയ കേസ്, ബിലീവേഴ്സ് തള്ളിയ കേസ്, TMM തള്ളിയ കേസ്, KM ചെറിയാൻ തള്ളിയ കേസ് അപ്പസ്തോലിക് ലീഫ് ഫേസസിന്റെ ഉൾത്തളിലേക്ക് വരുന്നു. ഇവിടെ എന്തോ ഒരു പ്രതലം സൃഷ്ടിക്കപ്പെട്ടു. Something is different. എന്തോ ഒരു അന്തരീക്ഷം. ഇത് സാധാരണ ജനമാ. വലിയ പഠിത്തമൊന്നുമില്ല, കണ്ടാൽ പറയത്തക്ക വലിയ സ്മാർട്ട്നെസ് ഒന്നുമില്ല. പക്ഷെ അവര് ചുമക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അവിടെ എന്തൊക്കെയോ നടക്കുന്നു. ചിലപ്പോ അവിടെ തീ വെളിപ്പെടുന്നു, ചിലപ്പോ മേഘം വെളിപ്പെടുന്നു, ചിലപ്പോ മഞ്ഞ് വീഴുന്നു, ചിലപ്പോ മഴ പെയ്യുന്നു. അയ്യോ, ഇത് ആശ്ചര്യമേ, ഇത് അത്ഭുതമേ. ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ലല്ലോ, ഇങ്ങനെയൊന്നും നടന്നിട്ടില്ലല്ലോ. വാർത്തയായി പ്രാപിക്കാം അന്യഭാഷകളിൽ. ഗന്നസറേത്ത് ആ ദേശം തിരിച്ചറിഞ്ഞു. യേശു ആരാണ് തിരിച്ചറിഞ്ഞു. നസ്രത്ത് അടച്ചപ്പോൾ ഗന്നസറേത്തിലെ ജനം തുറക്കുക. അവരെ വിളിച്ചു പറയുക. അവർ രോഗികളെ കൊണ്ടുവരിക. അവർ തെരുവുകളെ കൊണ്ടുവരിക. വീട്ടിൽ അത്ഭുതം, നാട്ടിൽ അത്ഭുതം, മാർക്കറ്റിൽ അത്ഭുതം, എല്ലായിടത്തും യേശു അവിടെ വരും. അവിടെ കൂടെ യേശു തൊടണമെന്നൊന്നുമില്ല. അങ്ങോട്ട് കയറി തൊട്ടാ മതി. അവിടുത്തെ പാസ്റ്റർമാർ പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല. അന്തരീക്ഷത്തിലേക്ക് ഒന്ന് കയറിയാ മതി. അതൊന്ന് പിടിച്ചെടുത്താ മതി. ഒന്ന് കത്താം. ഒരു പൊതു അഭിഷേകം നാട്ടിൽ ഓടുക. അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. അവര് മൊബിലൈസ് ചെയ്യുക. യേശു അവനെ തൊട്ടു. യേശു ഇവളെ തൊട്ടു. 10 വർഷം ചെവിയേക്കാത്തെ മറിയുടെ ചെവി തുറന്നേ. ലീലേ, നിനക്കറിയാമോ ആ ലില്ലി ഉണ്ടല്ലോ മദ്യപിച്ച് ദുർമാർഗങ്ങൾ നടന്ന ലില്ലി മാനസാന്തരപ്പെട്ടു. ഓ ജീസസ്. വാർത്ത പടരുക. പാപത്തിൽ കിടന്ന ലില്ലി മാനസാന്തരപ്പെട്ടു. വാർത്ത പടരുകയാണ്. തോമസിന്റെ കാലുകൾക്ക് ഇറങ്ങുന്നില്ലായിരുന്നു. അവര് വന്നു. ആ കാലുകളിൽ സൗഖ്യം വ്യാപരിച്ചു. ഗന്നസറേത്തിൽ സ്തോത്രം. ജനം അസാധാരണമായ വിശ്വാസം പ്രകടിപ്പിച്ചു. അവര് വിശ്വാസത്തിന്റെ അന്തരീക്ഷത്തെ, അത്ഭുതത്തിന്റെ അന്തരീക്ഷത്തെ സൃഷ്ടിച്ചെടുക്കാനായിട്ട്. ഇന്ന് എത്ര പേര് അങ്ങനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കും. Faith creates atmospheres. അതെ, ഈ സീസൺ അങ്ങനെയുള്ള ഒരു സീസണാണ്. ജനത്തിന്റെ ദാഹത്തെ തൃപ്തിപ്പെടുത്തുവാൻ, ജനത്തിന്റെ കണ്ണുനീരുകളെ തുടയ്ക്കുവാൻ, ജനത്തിന്റെ രോഗബാധകളെ അറച്ചു കളയുവാൻ, പൈശാചിക അമ്മക്കാരുകളെ മുറിച്ചളയും. Men needed, women needed. പുരുഷന്മാരെ ആവശ്യമാണ്, സ്ത്രീകളെ ആവശ്യമാണ്. ജീസസ്. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യം. അസാധാരണമായ പ്രാർത്ഥനകൾ അത്ഭുതത്തിന്റെ അന്തരീക്ഷത്തെ തുറക്കും. ഇപ്പോൾ വിശ്വാസത്തിന്റെ ഒരു പ്രതലത്തെ കുറിച്ച് നാം കേട്ടു. Faith unlocks realms. സാധാരണ പ്രാർത്ഥനകളല്ല, ടൈം നോക്കിയുള്ള പ്രാർത്ഥനകളല്ല, നമുക്ക് പറ്റുമ്പോഴുള്ള പ്രാർത്ഥനയല്ല. അസാധാരണമായ പ്രാർത്ഥനകൾ, എക്സ്ട്രാordinary prayers. കർത്താവിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാം എന്താ സംഭവിച്ചത്. യെസ്, ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന്, ആ കാലത്ത് യേശു പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ഒരു മലയിലും കയറി പോകുക യേശു. വെളുപ്പിനെ എണ്ണീച്ച് പോയി പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് യേശുവിനുണ്ട്. ശുശ്രൂഷകൾ ആരംഭിക്കുന്നതിന് മുമ്പേ ദൈവമുഖം അന്വേഷിച്ച് അപ്പന്റെ പാദപീഠത്തിലിരുന്ന് ദേശത്തെ കേട്ട് ആ ദിവസത്തേക്ക് വേണ്ടിയുള്ള മാൻഡേറ്റുകൾ പ്രാപിച്ച് അതെന്താ ചെയ്യേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് അത് പതിവ് പോലുള്ള പ്രാർത്ഥനകൾ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും. ഇപ്പോൾ ഇവിടെ കാണുന്ന യേശുവിന്റെ ജീവിതത്തിൽ വലിയ പ്രത്യേകമായ ഒരു സമയമാണ്. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുക, താൻ പരിശീലിപ്പിച്ച് നിയോഗം കൈമാറേണ്ട, ശുശ്രൂഷകൾ കൈമാറേണ്ട 12 പേരെ ചേർക്കുവാനുള്ള സമയമാണ്. രാത്രി മൊത്തം പ്രാർത്ഥിച്ചു. He continued all night in prayer. Extraordinary prayers brings extraordinary moves of God. Extraordinary prayer creates extraordinary realms of God. Extraordinary prayers creates extraordinary movements of God. പ്രാർത്ഥിക്കാൻ കൂടുതൽ പ്രാർത്ഥിക്കുക. It's communion with God. It's spending time in the presence of God. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒത്തിരി മണിക്കൂർ ഒത്തിരി വിഷയങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചു, അതെല്ലാം ആവശ്യമുള്ളപ്പോൾ തന്നെ prayer is communion with God and it's knowing the heart of God. അതുകൊണ്ടാണ് ആ സാധാരണ പ്രാർത്ഥനയിൽ നിങ്ങൾ ഒന്ന് ഉയരുമ്പോൾ സ്വത്രം പിന്നെ you speak less about you become so caught with the heart of God. പിന്നെ നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ അതൊന്നും സംസാരത്തിൽ വരുത്തേയില്ല. It's all about God. It's all about God's kingdom. It's all about His heart. It's all about His plan. It's all about His purpose. Hallelujah. Extraordinary prayer brings extraordinary results. Extraordinary prayer brings extraordinary moves of God. Extraordinary prayer in the secret place. No prayer in the secret place, no power in the public place. No prayer in the secret place, no power. പ്രാർത്ഥനയിൽ എന്താ സംഭവിക്കുന്നത്? നാം തകരപ്പെടും, നമ്മുടെ ഹൃദയം തകരപ്പെടും, രൂപാന്തരം പ്രാപിക്കും.
പാമ്പ് പോലെ പത്തി വിടർത്തുന്ന നമ്മുടെ ആ സ്വയം തകരപ്പെടും. നമ്മുടെ സ്വയ താല്പര്യങ്ങൾ, സ്വയ ഇഷ്ടങ്ങൾ, സ്വയ ചിന്തകൾ, ഞാനെന്ന് ആ ഭാവം തകരപ്പെടും. മോശ തകർന്ന ഏറ്റവും സൗമ്യനായ മനുഷ്യനായി തീർന്നതുപോലെ ദൈവം 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 എന്ന് ഉള്ള ഒരു പ്രതലത്തിലേക്ക് നിങ്ങൾ വരുവാനിടയായി തീരും. രാത്രികളിൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രാർത്ഥന നിന്നു. പിന്നെ ആത്മാവിൽ പ്രാർത്ഥിക്കുക. ആത്മാവിനറിയാം എന്ത് പ്രാർത്ഥിക്കണമെന്ന്. എക്സ്ട്രാordinary prayer. അവിടെയാ നാം തകരപ്പെടുന്നത്, അവിടെയാ നാം രൂപാന്തരപ്പെടുന്നത്, അവിടെയാ നമ്മുടെ ഐഡന്റിറ്റികൾ മാറുന്നത്, നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കുന്ന ട്രാൻസാക്ഷനുകൾ നടക്കുന്നത്, അവിടെയാണ് നാം ദൈവത്തിന്റെ നിയോഗം പ്രാപിക്കുന്നത്, അവിടെയാണ് ആ ഭാരം കൈമാറപ്പെടുന്നത്, അവിടെയാണ് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് നിങ്ങളുടെ ഹൃദയത്തിന്റെ തുടിപ്പായി മാറുന്നത്, അവിടെയാണ് നിങ്ങൾ ചലിക്കുന്നത്, അവിടെയാണ് നിങ്ങൾ ചാടുന്നത്, അവിടെയാണ് നിങ്ങൾ ദൈവത്തിന്റെ ആ ശക്തിയാൽ അഭിഷേകത്തിന് തീ ചലിക്കുന്നത്. അവിടെ ചലിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ പൈശാചിക രാജ്യങ്ങൾ, സാത്താനിക ശക്തികൾ കിടുകിട വിറയ്ക്കുന്ന ഒരു വ്യക്തിയായി തീരും. അങ്ങനെ ഒരു അഭിഷേകമാ വ്യാപരിക്കുന്നത്, അങ്ങനെ ഒരു ദൈവകൃപയാ വ്യാപരിക്കുന്നത്, അങ്ങനെ ഒരു ആത്മശക്തിയാ. പിന്നെ ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ വന്നിട്ടും ഒന്നും പ്രാപിക്കാത്ത ആൾക്കാർക്ക് പോകാം. ഉണർവുകൾ ഭയങ്കര ശക്തമായ ഉണർവ് വരുന്നു, കാണുന്നു, അനുഭവിക്കുന്നു. പിന്നെയും പഴയതുപോലെ തന്നെ ജീവിക്കുവാൻ, ചിന്തിക്കുവാൻ നമ്മൾ തുടങ്ങിയാൽ നമ്മൾ അങ്ങനെ തന്നെ ആയി പോകും. ദൈവം നമ്മളെ തള്ളി മാറ്റുകയൊന്നുമില്ല. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നാം ഒന്ന് റെഡിയായാൽ നിങ്ങൾ ഒരു സിംഹമായി തീരും, നിങ്ങൾ ഒരു കഴുകനായി തീരും. വാ വാ വാ. നിങ്ങൾ ചലനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുകയല്ല. Apostolic prophetic people are not waiting for a move of God. They create and birth a move of God. അവരുടെ മേൽ കിടക്കുന്ന അഭിഷേകം. അയ്യോ, അവിടെ ഒരു ചലനം നടക്കുന്നു, ഇവിടെ ഒരു ചലനം നടക്കുന്നു. പ്രൈസ് ഗോഡ്. ആ ചലനങ്ങൾക്കായി, ഉണർവുകൾക്കായി സ്തോത്രം. പക്ഷെ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവരെ ജയിലറകളെ പോലും ഉണർവിന്റെ ഹബ്ബുകളാക്കി മാറ്റും. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ ദർശനം പ്രാപിച്ച പൗലോസും ശീലാസും ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോയി. ഞാൻ ആവർത്തിക്കുന്നതിന് കാരണം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഇത് വെളിച്ചവും വെളിപ്പാടുമായി കത്തണം. നാം ഉണർവുകൾക്ക് കാത്തിരിക്കുന്ന വ്യക്തികളല്ല. ഉണർവുകൾ നടക്കുമ്പോൾ നമ്മൾ അത് സന്തോഷിക്കും, അത് ആസ്വദിക്കും, അതിൽ ആനന്ദിക്കും. പക്ഷേ we have an anointing, we have a destiny to create and birth revivals. ചരിത്രങ്ങളെ സൃഷ്ടിക്കുവാൻ, ഉണർവുകളെ സൃഷ്ടിക്കുവാൻ, മൂവ്മെന്റുകളെ ജനിപ്പിക്കുവാൻ, ചലനങ്ങളെ ജനിപ്പിക്കുവാൻ. That's who you are. നിങ്ങൾ ചെന്നാൽ അവിടെ ചലനമാ, അവിടെ ഉണർവാ, അവിടെ മൂവ്മെന്റ്. ഈ സഭയിൽ നിങ്ങളെ പരിശീലിപ്പിക്കുന്നത്, നിങ്ങളെ വളർത്തിയെടുക്കുന്നത്, നിങ്ങളുടെ മേൽ അഭിഷേകം പകരുന്നത്, നിങ്ങളെ തീ ജ്വാലയാക്കി മാറ്റുന്നത്. നിങ്ങൾ ചെന്ന് നിൽക്കുന്നിടത്തെല്ലാം പൈശാചിക സാമ്രാജ്യം ഇടിയണം. നിങ്ങൾ ഉണർവിന്റെ ചാലുകളാകണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 26-ാം വാക്യം. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. അർദ്ധരാത്രിയിൽ എന്താ അവിടെ സംഭവിച്ചത്? അതിന്റെ പശ്ചാത്തലമൊക്കെ അറിയാം. ഒരു ദർശനം ദൈവം കാണിച്ചു. ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് പൗലോസ് കിടക്കുന്നത്. രാത്രിയിൽ ദൈവം ഒരു സ്വപ്നം, ഒരു ദർശനത്തിൽ ഇടപെടുകയാണ്. മക്കതോനിയയിൽ നിന്ന് ഒരു പുരുഷൻ വിളിക്കുക, ഞങ്ങളെ വന്ന് സഹായിക്കണമേ എന്ന്. ഒറ്റ ദർശനം. പൗലോസിന് സംശയമില്ല, ഈ ദർശനം ദൈവത്തിന്റെ ആണോ, തന്റെ സ്വന്തം ഇഷ്ടമാണോ, പിശാച് കൊണ്ടുവന്നാണോ? ദൈവത്തോട് കൂടെ നടക്കുന്നവർക്ക് സംശയങ്ങളില്ല. അവർക്ക് ദൈവശബ്ദം നല്ലോണം കേൾക്കാം. അവർ കാണുന്ന ദൈവിക ദർശനം അത് ദൈവത്തിന്റെ ആണോ പൈശാചികമാണോ എന്ന് തിരിച്ചറിയാനുള്ള വിവേചന കഴിവും ശക്തി. ബിക്കോസ് ദേ ആർ വാക്കിംഗ് വിത്ത് ഗോഡ്. അവർ ദൈവത്തോട് ചലിക്കുന്നവരാണ്, ദൈവ ശബ്ദം കേൾക്കുന്നവരാണ്. അപ്പോസ്തലിക പ്രാവചനിക ഗണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ജനമാണ്. നിങ്ങളെ ചലിപ്പിക്കുന്നത് നിങ്ങളൊരു ചലനമായി തീരുവാനാണ്. ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ നിങ്ങൾ ചലിച്ചാൽ നിങ്ങളൊരു ചലനമായി തീരും. ഈ വാക്കുകൾ എന്റെ അല്ല, പരിശുദ്ധാത്മാവ് എന്റെ ആത്മാവിൽ പകരുന്ന വാക്കുകളാണ്. പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ നിങ്ങൾ ചലിച്ചാൽ ആ കരമടിക്കുക. ഈ കൂട്ടത്തിലുള്ളവരുടെ പ്രത്യേകത, നിർത്താൻ പറഞ്ഞാലേ അവർ നിർത്തത്തുള്ളൂ, അല്ലെങ്കിൽ ചലിച്ചുകൊണ്ട് ഇരിക്കും. അവിടെ കരം വെച്ച് ചലിക്കും, അവിടെ ആദരം കൊണ്ട് ചലിക്കും, ആമേൻ പറഞ്ഞ് അവർ ചലിക്കും, അവർ ശബ്ദം ഉണ്ടാക്കി ചലിക്കും, അവർ നിന്ന് ചലിക്കും, അവരുടെ വിശ്വാസം, അഭിഷേകം അവർ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദർശനം കണ്ട് അവർ യൂറോപ്പ് ഭൂഖണ്ഡത്തിലെത്തി, മക്കതോനിയയിലെത്തി. അവിടെ സുവിശേഷം പറഞ്ഞ് ആരംഭിച്ചു. ലിദിയ എന്ന് പറഞ്ഞ ഒരു സഹോദരി അവരെ സ്വീകരിച്ചു. ആദ്യമൊക്കെ വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ ഒരു ദേശശക്തി വ്യാപരിച്ച് വിളിച്ചുപാടുത്തി ഇവരെ വീണ്ടും വീണ്ടും അനുഗമിച്ച് ദൂതുകൾ പറയുകയാണ്. ദേശശക്തി വ്യാപരിച്ച ഒരു സഹോദരിയായിരുന്നു അത്, വിളിച്ചുപാടുത്തി. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ അതെല്ലാം വിവരിച്ചിട്ടുണ്ട്, അങ്ങോട്ടൊന്നും പോകുന്നില്ല. പക്ഷെ അസഹ്യപ്പെട്ട് മുഷിഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ തിരിഞ്ഞ് ഒറ്റ ശാസനം, കർത്താവായ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ എന്ന ദേശശക്തിയെ ശാസിക്കുക. ആ ദേശശക്തി വിട്ടുപോകുന്നു. വലിയ ദൈവപ്രവൃത്തികൾ അവിടെ ആരംഭിക്കുവാനുള്ള ആരംഭമാണ്. പക്ഷെ അവിടെ വിഷയങ്ങൾ ഭയങ്കരമായി. ഉടനെ പൗലോസിനെ ശീലാസിനെ എന്ത് ചെയ്തു? പിടിച്ചു, അടിച്ചു, മുറിവേൽപ്പിച്ചു, പീഡനം അങ്ങോട്ട് സംഭവിച്ചു. ഇപ്പോൾ കിടക്കുന്നത് എവിടെയാണ്? ജയിൽ അറയാണ്. അതാണ് അതിന്റെ പശ്ചാത്തലം. നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം അതിന്റെ 25. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും
പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. പീഡിപ്പിക്കപ്പെട്ടവരാ, അടികിട്ടിയവരാ, ഇപ്പോൾ ജയിലിന്റെ ഉള്ളിലാണ്, തടവിലാണ്. കൈയും കാലും ഒക്കെ ആമത്തിൽ കെട്ടി അവരെ നിഷ്ക്രിയരാക്കി, നിശ്ചലമാക്കിയിട്ടിരിക്കുക. പക്ഷെ അതിന്റെ മധ്യയിൽ അഭിഷേകത്തിന്റെയും ആ മാന്റിലിന്റെയും പ്രത്യേകത കണ്ടോ? അർദ്ധരാത്രിയിൽ ജയിലറയുടെ ഉള്ളിൽ അവരൊരു ചലനത്തെ സൃഷ്ടിക്കുക. എന്താ കർത്താവേ ഇതൊക്കെ? ദർശനം കണ്ടു, അങ്ങയുടെ സുവിശേഷം പറയാൻ ഞങ്ങളെല്ലാം കൂടെ ഇങ്ങനെ വന്നു, സുവിശേഷം പറഞ്ഞു. പക്ഷെ ഇതെന്താ ഇങ്ങനെ? ദൈവം എന്താ കൈവിട്ടത്? എന്താ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സംഭവിച്ചത്? എന്താ ഞങ്ങൾ ജയിലിലായി പോയത്? വൈ? സാധാരണ വിശ്വാസികൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അപ്പോസ്തലിക പ്രാവചനിക കൂട്ടത്തിലുള്ളവർ, ആ ഗണത്തിലുള്ളവർ അങ്ങനെ ചിന്തിക്കുകയില്ല. They are not going to ask a lot of questions. അവരായിരിക്കുന്ന സ്ഥലങ്ങളെ അവർ കീഴ്മേൽ മറിക്കും. ജയിലറകളെ അവർ ഉണർവിന്റെ ഹബ്ബുകളാക്കി മാറ്റും. They are not waiting for a move of God. They create a move of God. എന്തൊരു ചലനമായിരുന്നു! ഒരു അത്ഭുതത്തെ സൃഷ്ടിച്ചെടുത്തു. അടുത്ത രാത്രിയിൽ ഒരു ചലനത്തെ സൃഷ്ടിച്ചെടുത്തു. സ്വന്തം പെട്ടെന്ന് ഒരു ഭൂകമ്പം ഉണ്ടാകുക, പെട്ടെന്ന് ദൈവശക്തി വെളിപ്പെടുക, ആത്മശക്തിയുടെ ഒരു വ്യാപാരം സംഭവിക്കുക. അവിടെ ജയിലർ രക്ഷിക്കപ്പെടുക. അവിടെ ഒരു കൂട്ടം, ഒരു സഭ ഉളവാകുക. എത്ര പേര് പറയും ഇത് എന്നെ കുറിച്ചാ? എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും അതിന്റെ മീതെ ജയിക്കുവാനുള്ള ഒരു അഭിഷേകം എന്നിൽ ചലിക്കണം. ഒരു 100 ചോദ്യങ്ങൾ ചോദിച്ച് ഡിപ്രഷൻ അടിച്ചിരിക്കാനല്ല ആ അഭിഷേകം പകർന്നത്. ഈ ദൈവിക വെളിപ്പാടുകളും വചനങ്ങളും നമ്മളിലേക്ക് അയക്കുന്നത് ഒരു കഴുകനെ പോലെ കൊടുങ്കാറ്റുകളുടെ മീതെ പറന്നുയരുവാൻ, കാട്ടിൽ ഏത് സൗണ്ടിനെക്കാട്ടിലെ ഏത് ജന്തുവിനെക്കാട്ടിലെ അധികം ശബ്ദത്തോടെ ഗർജിക്കുവാൻ കഴിയുന്ന a lion anointing and an eagle anointing. വാവ്! നമ്മളതൊന്ന് പിടിച്ചെടുത്താൽ, നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളൊന്ന് തുറന്നാൽ, നമുക്ക് ആ വെളിച്ചവും വെളിപ്പാടുകളും കിട്ടാൽ, പിന്നെ നമ്മുടെ നിൽപ്പ് മാറി, നമ്മുടെ നോട്ടം മാറി, നമ്മുടെ സംസാരം മാറി, നമ്മുടെ ലാംഗ്വേജ് മാറി. വാവ്! ഹല്ലേലൂയ! നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം നമ്മളിലേക്ക് പകരുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ദൂത്. സ്തോത്രം! ഹല്ലേലൂയ! ദൈവസഭ ഒരു കോർപ്പറേറ്റ് അനോയിന്റിംഗിന്റെ ഒരു തലത്തിലേക്ക്, പൊതുവായ കൂട്ടമായ ഒരു അഭിഷേകത്തിലേക്ക്, അത്ഭുതത്തിന്റെ അന്തരീക്ഷത്തെ സൃഷ്ടിക്കുന്ന ഒരു തലത്തിലേക്ക്. ഹല്ലേലൂയ! You have come into a good place. ഒരു അത്ഭുതത്തിന്റെ അന്തരീക്ഷത്തിലാണ്. ആ കൈയൊക്കെ ഒന്ന് ചുറ്റി എന്ന് പറയാം, നിങ്ങൾ വന്നിരിക്കുന്നത്, ഞാൻ വന്നിരിക്കുന്നത് ഒരു അത്ഭുതത്തിന്റെ അന്തരീക്ഷത്തിലേക്കാണ്, ഒരു മഹത്വത്തിന്റെ അന്തരീക്ഷത്തെ. I've come into the realm of miracles. I've come into the realm of glory. Amen. Amen. അതിനെക്കുറിച്ചുള്ള ചില വെളിച്ചവും വെളിപ്പാടുകളും അപ്പോൾ തന്നെ ഇതൊരു ദൈവശക്തിയായി ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ സ്തോത്രം, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ, ആ പ്രതലത്തെ നിങ്ങൾക്കൊന്ന് അനുഭവിക്കുവാൻ. സ്തോത്രം! ഹല്ലേലൂയ! നിങ്ങൾ തന്നെ അത്ഭുതങ്ങളായി തീരുവാൻ, നിങ്ങൾ അത്ഭുതത്തിന്റെ അന്തരീക്ഷത്തെ ചുമക്കുന്നവരായി തീരുവാൻ. You're walking in the atmosphere of glory. You're walking in the atmosphere of miracles. ഹല്ലേലൂയ! ചർച്ചിന്റെ ഉള്ളിൽ അത്ഭുതം. ഹല്ലേലൂയ! വീട്ടിൽ അത്ഭുതം. ഹല്ലേലൂയ! നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ അത്ഭുതം. ഹല്ലേലൂയ! നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അത്ഭുതം. ഹല്ലേലൂയ! നിങ്ങൾ നോക്കുമ്പോൾ അത്ഭുതം, കൈ കൊടുക്കുമ്പോൾ അത്ഭുതം. ഹല്ലേലൂയ! ഫോൺ വിളിക്കുമ്പോൾ അത്ഭുതം. അത്ഭുതത്തിന്റെയും ദൈവപ്രവർത്തികളുടെയും മഹത്വത്തിന്റെയും ഒരു അന്തരീക്ഷമായി, അങ്ങനെ ഒരു ചലനമാണ് ദൈവം തുറന്നു വിടുന്നത്. ഹല്ലേലൂയ! അങ്ങനെ ഒരു ചലനം തുറന്നു വിടുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 5-ാം അധ്യായത്തിന്റെ ഒരു സീസണിലേക്ക് ദൈവസഭയെ ദൈവം കയറ്റുകയാണ്. We are in a higher dimension season. അപ്പോസ്തല പ്രവർത്തികളിൽ 5-ാം അധ്യായത്തിൽ ആദിമസഭയിൽ വെളിപ്പെട്ട ഒരു അന്തരീക്ഷം. ഹല്ലേലൂയ! അവിടേക്കാണ് നാം എത്തുവാൻ പോകുന്നത്. The atmosphere that was over the early church. आदिमसभയിൽ पहली कलीसिया में प्रेरितों के काम उसके 5वें अध्याय में वहां पर एक रेलम खुल गया. हालेलुया! उस रेलम में परमेश्वर हमें, हमारी कलीसिया को हमें ला खड़ा करना चाहता है. हालेलुया! हालेलुया! അതിനുവേണ്ടി നാം എല്ലാവരും ഉത്സാഹിക്കണം. സ്തോത്രം! ഹല്ലേലൂയ! അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 3-ാം അധ്യായത്തിൽ സ്തോത്രം, അപ്പോസ്തലന്മാർ ഉത്സാഹിച്ചാൽ മതി, ശുശ്രൂഷന്മാർ ഉത്സാഹിച്ചാൽ മതി. ഹല്ലേലൂയ! അപ്പോസ്തല പ്രവർത്തികൾ 5-ാം അധ്യായം ആകുമ്പോൾ ജനം ഉത്സാഹിക്കണം. ജനവും ആ കൂട്ട അഭിഷേകത്തിന്റെ പങ്കാളികളായി തീരണം. അവരും സ്തോത്രം, ഹല്ലേലൂയ, അപ്പോസ്തലന്മാർ ചലിക്കുന്ന പോലെ, ശുശ്രൂഷന്മാർ ചലിക്കുന്ന പോലെ അവരും ചലിക്കുവാൻ തുടങ്ങണം. ഹല്ലേലൂയ! ആമേൻ. എത്ര പേർക്ക് പിടികിട്ടി? ആ കരങ്ങളെ ഒന്ന് തട്ടി നമുക്ക് ദൈവത്തെ ഒന്ന് നന്ദി പറയാം. സ്തോത്രം! ഹല്ലേലൂയ! ഇവിടെ ഇരിക്കുന്നവർ ഹല്ലേലൂയ ചരിത്രങ്ങളെ സൃഷ്ടിക്കുന്നവരാണ്. ആ കൈ ഒന്ന് അടിച്ചു പറയാം, ചരിത്രങ്ങളെ സൃഷ്ടിക്കുന്ന. We are history makers. We are atmosphere makers. We are atmosphere changers. അന്തരീക്ഷങ്ങളെ സൃഷ്ടിക്കുന്നവരാണ് നാം. അന്തരീക്ഷങ്ങളെ മാറ്റുന്നവരാണ് നാം. അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നവരാണ് നാം. Wow! 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 Hallelujah! Hallelujah! Amen. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം, പെട്ടെന്ന് മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 3 വരെ ഉള്ള വാക്യങ്ങൾ. 4 വ്യക്തികൾ, ഇവിടെ ഒരു വ്യക്തിയിൽ വ്യാപരിച്ച അഭിഷേകമല്ല, 4 വ്യക്തികൾ. സ്തോത്രം! 4 വ്യക്തികൾ. സ്തോത്രം! ഹല്ലേലൂയ! 4 വ്യക്തികൾ. സ്തോത്രം! 4 വ്യക്തികൾ ചരിത്രം സൃഷ്ടിക്കുക. हालेलुया। 4 व्यक्ति लोग मिलकर वो एक चरित्र को वहां पर ला रहे हैं। हालेलुया। ഒരു ചരിത്രം സൃഷ്ടിക്കുക. സ്തോത്രം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞേ, ഇന്ന് ഈ ദൂത് വരുമ്പോൾ ഇതൊരു മെസ്സേജ് മാത്രമല്ല, ഇതൊരു പ്രൊഫറ്റിക് വേർഡ് ആണ്. ഒരു വചനം വരുമ്പോൾ സ്തോത്രം, ആ വചനത്തെ നിവർത്തിച്ചെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളിൽ
നമ്മുടെ കൂട്ടത്തിൽ ഈ ഗണത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വചനത്തെ അയക്കുന്നത്. ആദ്യം വചനത്തെ അയക്കും. വചനം ആര് സ്വീകരിക്കുമോ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ചലിക്കും. അവരുടെ മേൽ ദൈവശക്തി നിഴലിടും. അവർ അത്ഭുതമായി തീരും. ആ അത്ഭുത പ്രവൃത്തി നടക്കുവാൻ ഇടയായി തീരും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷം 2-ാം അധ്യായം അതിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ സുപരിതമായ ഭാഗങ്ങളാണ്. സ്തോത്രം. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർനഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതി ആയി. ഉടനെ വാതിൽക്ക് പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. സുപരിതമായ ഒരു ഭാഗമാണ്. കർത്താവ് കഫർനഹൂമിലെത്തിയിരിക്കുക. हिंदी में भी जल्दी से पढ़ें. यस. कई दिन के बाद वो फिर कफरनहूम में आया और सुना गया कि वो घर में है. फिर इतने लोग इकट्ठा हुए कि द्वार के भाग भी जगह नहीं थी और वो उन्हें वचन सुना रहा था. और लोग एक लकवे के रोगी को 4 मनुष्य से उठाकर उसके पास ले आए. ജീസസ്, ഹല്ലേലൂയ. കഫർനഹൂമിലാണ്, ഒരു ഭവനത്തിലാണ് യേശു വന്നിരിക്കുന്നു എന്ന് ശ്രുതി കേട്ട് അവിടെ ജനമെല്ലാം ഓടിക്കൂടുകയാണ്. അവരെല്ലാം കർത്താവിന്റെ അടുക്കലേക്ക് വരികയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ 4 പേര് ചരിത്രം സൃഷ്ടിക്കുക. 4 people make a history. वो 4 लोग जो अपने साथी को, दोस्त को, जो लकवा से पीड़ित था, ചലിക്കുവാൻ കഴിയുകയില്ല. കാലുകൾ ചലിക്കുന്നില്ല, കൈകൾ ചലിക്കുന്നില്ലായിരിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. വളരെ വിഷമത്തിലും വേദനയിലും ഹോപ്പ്ലെസ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ, സ്തോത്രം, ഹല്ലേലൂയ, 4 പേര് ചിന്തിക്കുകയാണ്. സ്തോത്രം, we are going to create history. അവരൊരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കുകയാണ്. അടുത്ത് വന്നപ്പോൾ സ്തോത്രം, എങ്ങനെയാണ് അത്ഭുതത്തിന്റെ അന്തരീക്ഷത്തെ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയുന്നത്? അത്ഭുതത്തിന്റെ അന്തരീക്ഷത്തിൽ നടക്കുവാൻ കഴിയുന്നത്? നമുക്കൊരു അത്ഭുതമായി തീരുവാൻ കഴിയുന്നത്? ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ എങ്ങനെ നമുക്ക് ജനിപ്പിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ഇത് വെളിപ്പാടുകളായി, പ്രകാശങ്ങളായി ഇന്ന് നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന അത്ഭുതങ്ങളുടെ ഈ അന്തരീക്ഷത്തിന്റെ പിന്നിൽ, സ്തോത്രം, ഈ വെളിച്ചവും വെളിപ്പാടുകളുമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ദൈവസഭയിൽ എന്നെ കാണുന്ന എല്ലാവരെയും, സ്തോത്രം, ആ ഒരു തലത്തിലേക്ക് നിങ്ങളെയും കൊണ്ടൊന്ന് കൈപിടിച്ച് ആ ലെവലിലേക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണ്. അത്ഭുതങ്ങൾ കാണുവാൻ മാത്രമല്ല, അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ, അത്ഭുതങ്ങൾ ജനിപ്പിക്കുവാൻ, അത്ഭുതങ്ങൾ തുറന്നു വിടുവാൻ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു ചലനം. ഹല്ലേലൂയ. കേരളത്തിൽ, ഭാരതത്തിൽ ദൈവം തുറന്നു വിടുകയാണ്. ഹല്ലേലൂയ. പുരുഷാരങ്ങളെ ദൈവത്തിലേക്ക് ആകർഷിക്കുന്ന, ഹല്ലേലൂയ, പൈശാചിക ശക്തികളെ, സാത്താനിക ശക്തികളെ, മന്ത്രവാദ ശക്തികളെ വെല്ലുവിളിക്കുവാൻ കഴിയുന്ന ദൈവശക്തിയുടെ ഒരു പ്രദർശനമായി ദൈവസഭ മാറുകയാണ്. It's an atmosphere of glory. അത്ഭുതത്തിന്റെയും, സ്തോത്രം, മഹത്വത്തിന്റെയും ഒരു അന്തരീക്ഷം. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് സംഭവിക്കുന്നത്? 4 വ്യക്തികൾ പക്ഷപാതം പ്രാപിച്ച് പിടിച്ച് ഈ വ്യക്തിയെ കൊണ്ടുവരിക. വന്നപ്പോൾ അവരൊരു വാർത്ത കേൾക്കുക. സ്തോത്രം, ഭയങ്കര തിരക്കാണ്. കർത്താവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, ഡിസ്റ്റർബ് ചെയ്യരുത്, അവിടുന്ന് കയറാൻ പറ്റത്തില്ല. എന്റെ ഭാവനയിൽ പരിശുദ്ധാത്മാവ് നൽകിയ ആ വഴി കൂടെ പോയപ്പോൾ ഒത്തിരി നിരുത്സാഹിപ്പിക്കുന്ന വാക്കുകൾ അവർ കേട്ടു. എന്തിന്റെ പുറപ്പാടാണ്? അങ്ങോട്ട് കൊണ്ടുപോയ ഇപ്പൊ അങ്ങ് നടക്കും. ഞാൻ കേട്ട ശബ്ദങ്ങളാണ് ഇതെല്ലാം. എതിരെ ഉയരുന്ന ശബ്ദങ്ങൾക്ക് വിരോധമായി, അവിടെ ഉള്ളിൽ തന്നെ ഉയരുന്ന ശബ്ദങ്ങൾക്ക് വിരോധമായി, അവർ കാണുന്ന ആ വിഷയങ്ങൾക്ക് വിരോധമായി അവർ ചലിക്കുവാൻ തുടങ്ങി. അവർക്ക് ഒറ്റ ലക്ഷ്യം, യേശു ആരാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. യേശുവിനടുത്ത് വരെ എത്തിയാൽ മതി, ബാക്കി കാര്യങ്ങൾ യേശു ചെയ്തോളും. Hallelujah. They were creating an atmosphere of miracle. സ്തോത്രം, ഹല്ലേലൂയ. അവർ മേൽക്കൂര പൊളിച്ചു. സ്തോത്രം. അന്ന് വരെ ആരും ചെയ്യാത്ത ഒരു പ്രവൃത്തി അവർ ചെയ്യുവാൻ തുടങ്ങി. 4-ാം വാക്യം നമുക്ക് വായിക്കാം. സ്തോത്രം. അവിടെ യേശു എടുത്തു പറയുകയാണ്, എന്താണ് അവരങ്ങനെ ചെയ്യുവാൻ കഴിഞ്ഞത്? ആരും ചെയ്യാത്തത് ഈ 4 പേർ ചെയ്ത് ഒരു ചരിത്രം സൃഷ്ടിച്ചത് എങ്ങനെയാണ് അവരൊരു അത്ഭുതത്തിന് ജന്മം കൊടുത്തത്? എങ്ങനെ യേശുവിനെ ചലിപ്പിക്കുവാൻ അവരൊരു അന്തരീക്ഷം റെഡിയാക്കി? എങ്ങനെ യേശുവിന്റെ കരം അവിടെ വെളിപ്പെട്ടു വരുവാൻ ഇടയായി തീർന്നു? ഹല്ലേലൂയ. ആ പക്ഷപാതക്കാരനായ ആ വ്യക്തി പറയാം, വേണ്ട 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 വേണ്ട, എനിക്ക് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, നിങ്ങൾ ചോദിച്ചോണ്ട് പോട്ടെ, നിങ്ങൾ ഇങ്ങനൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, എനിക്കിത് മതി എന്ന് ചിന്തിക്കുന്ന ഒരു പക്ഷപാതക്കാരനാണെങ്കിൽ മിറക്കിൾ ഡെഡ്, നോ മിറക്കിൾ. പക്ഷെ അവൻ പറഞ്ഞു, കൊണ്ടുപോ, ബുദ്ധിമുട്ടാണെങ്കിലും പ്രയാസമാണെങ്കിലും ചൂടാണെങ്കിലും സ്ഥലമില്ലെങ്കിലും അത് യേശുള്ള സ്ഥലമാണ്. സ്തോത്രം. യേശുവിന് മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസത്തിന് മുമ്പിൽ ചലിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് യേശു എന്ന് ജനം തിരിച്ചറിഞ്ഞു. അവർ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. നീ ഇപ്പോൾ അവരങ്ങോട്ട് വിശ്വാസത്തിൽ ആക്ട് ചെയ്യുകയാണ്. ആമേൻ. 4-ാം വാക്യം. പുരുഷാരം നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ
അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പൂര പൊളിച്ച് യെസ്, തുറന്ന് പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. എന്തൊരു പ്രവൃത്തി അവർ ചെയ്തു കളഞ്ഞത്. ഹല്ലേലൂയ. മേൽക്കൂര പൊളിച്ച് ആ വ്യക്തിയെ താഴോട്ട് യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. ഒരുപക്ഷെ ഒത്തിരി പേര് പറഞ്ഞു കാണണം, ഇത് ചെയ്യരുത്. നോ. യേശുവിനെ ഇങ്ങനെ സഹ്യപ്പെടുത്തില്ല, ശല്യപ്പെടുത്തില്ല. സ്തോത്രം. യേശു പഠിപ്പിച്ചോണ്ടിരിക്കുക. പക്ഷെ കർത്താവിന്റെ ആ മനോഭാവം ഒന്ന് നോക്കിയേ. മേൽക്കൂര പൊളിക്കുന്നു, സൗണ്ട് വരുന്നു, പ്രശ്നം ഉണ്ടാകുന്നു, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു, എന്തൊക്കെ കൺഫ്യൂഷൻ ആയിരിക്കും അവിടെ. പക്ഷെ യേശു എവിടെയാ ഫോക്കസ് ചെയ്തത്? സ്തോത്രം. ഹല്ലേലൂയ. നോക്കാം. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്, ആ കരമൊന്നിയോട് പറയാം, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്, Jesus saw their faith. പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ വിശ്വാസം അവിടെ കൂടെ കൊണ്ടുവന്ന 4 പേരുടെ വിശ്വാസം കണ്ടിട്ട് യേശു പറയുക, ഹല്ലേലൂയ, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. രോഗമായിട്ടാണ് വന്നത്, പക്ഷെ ആദ്യം പാപത്തിൽ കയറി തൊടുകയാണ്. ഇന്ന് പകൽക്കാലം സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ അത്ഭുതം എന്ന് പറയുന്നത് നമ്മുടെ പാപം ക്ഷമിച്ചു കിട്ടുന്നതാണ്. നിത്യജീവനാണ് ഏറ്റവും വലിയ അത്ഭുതം. ഒരു പുതിയ സൃഷ്ടിയായി തീരുന്നതാണ്. പാപത്തിൽ നിന്നുള്ള മോചനമാണ്. The miracle of miracles. മനുഷ്യരിക്കുന്ന ആത്മാവ് അത് വീണ്ടും ജനിക്കുന്നതാണ്. അത് മനുഷ്യർക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയല്ല. ഹല്ലേലൂയ. ഒരു രോഗം വന്നാൽ ഡോക്ടേഴ്സിനെ ചികിത്സിച്ച് ഭേദമാക്കാം. പക്ഷെ നിന്റെ പാപത്തെ ക്ഷമിക്കുവാൻ, നിന്റെ പാപത്തെ മോചിക്കുവാൻ, നമ്മുടെ പാപത്തെ ക്ഷമിക്കാൻ, മോചിക്കുവാൻ ഇന്നൊരു ലോകത്തിൽ അതിനൊരു മറുമരുന്നില്ല, ഒരു പ്രതിവിധിയില്ല. ഹല്ലേലൂയ. ജീസസ് ഈസ് ദ സേവിയർ. 2000 വർഷങ്ങൾക്ക് മുമ്പേ കാൽവരി ക്രൂശിൽ യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു. അവന്റെ വിശുദ്ധ രക്തം നമുക്ക് വേണ്ടി ചൊരിയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. മകനെ, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ പാപത്തെ തൊട്ടാൽ നിന്റെ രോഗത്തെ തൊടാം, നിന്റെ ശാപത്തെ തൊടാം, നിന്റെ മനപീഡിയെ തൊടാം. ഹല്ലേലൂയ. നീ ഇടുങ്ങി കിടക്കുന്ന അവസ്ഥകളിലേക്ക് ദൈവത്തിനെ തൊടാം. അപ്പൊ ആദ്യം ദൈവം എന്താ ചെയ്യുന്നത്? കർത്താവ് എന്താ ചെയ്യുന്നത്? നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. പിശാച് സ്തോത്രം വാദിച്ച് നിന്റെ മേൽ ക്ലെയിം ഉണ്ടാക്കുന്ന ആ തലത്തെ ഞാൻ ഡീൽ ചെയ്യാം. സ്തോത്രം. അതൊന്ന് ശരിയായാൽ, നീ ഒന്ന് മനസ്സാന്തരപ്പെട്ട് നിന്റെ ഹൃദയം ഒന്ന് തുറന്ന് പിശാചിന് അവസരം കൊടുത്ത, വഴി കൊടുത്ത ആ വാതിൽ നീ ഒന്ന് അടച്ചാൽ, സ്തോത്രം, ഹല്ലേലൂയ, അടുത്തൊരു തലം, അത്ഭുതത്തിന്റെയും സൗഖ്യത്തിന്റെയും തലം നിനക്ക് വേണ്ടി തുറക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചലിക്കും. നിങ്ങൾ കൈവയ്ക്കുമ്പോൾ ശക്തി ഒഴുകും. ഹല്ലേലൂയ. 17-ാം വാക്യം. കർത്താവ് സ്തോത്രം. രാത്രി മൊത്തം പ്രാർത്ഥിച്ചു. 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. ഇപ്പോൾ യേശു ശിഷ്യന്മാരുടെ ടീമും വന്നിരിക്കുക. യേശുവിൽ വെളിപ്പെട്ട വ്യാപരിച്ച അഭിഷേകം ഇപ്പോൾ 12 ശിഷ്യന്മാരെ കൂടെ അതേ ഹൃദയം, അതേ കാഴ്ചപ്പാട്, അതേ ദൗത്യം, അതേ സ്വപ്നം, അതേ സംസാരം, അതേ മാൻഡേറ്റ്, അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കടന്നു വരികയാണ്. യെസ്. അവൻ അവരോടുകൂടി ഇറങ്ങി സമഭൂമിയിൽ നിന്നു. അവന്റെ ശിഷ്യന്മാരുടെ കൂട്ടവും യഹൂദയിൽ എല്ലായിടത്തു നിന്നും യെരുശലേമിൽ നിന്നും സോർ സീദോൻ എന്ന സമുദ്ര തീരങ്ങളിൽ നിന്നും അവന്റെ വചനം കേൾപ്പാനും രോഗശാന്തി കിട്ടുവാനും വന്ന ബഹുപുരുഷാരവും ഉണ്ടായിരുന്നു. ഒരു ബഹുപുരുഷാരം ഓടിക്കൂടുകയാണ്. വാർത്ത കിട്ടി യേശു മലയിലുണ്ടെന്ന്. കുറച്ച് കഴിയുമ്പോൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ താഴെ വരും. നല്ല സമയമാണ്, നല്ല ടൈം. നമുക്ക് അന്തരീക്ഷം അങ്ങനെ റെഡിയാക്കാം, നമുക്കെല്ലാം സെറ്റ് ചെയ്യാം. യേശു ഒന്ന് വചനം പറയുന്നെങ്കിൽ വചനം പറയട്ടെ. നമ്മുടെ ആവശ്യങ്ങളെല്ലാം യേശു നന്നായി അറിയുന്നു. സീർ, സീദോൻ, ഗലീല, യഹൂദിയ, യെരുശലേം, എല്ലായിടത്തു നിന്നും ആൾക്കാരങ്ങ് ഓടിക്കൂടുകയാണ്. അവര് പ്രതലത്തെ സൃഷ്ടിച്ചു, അവര് അന്തരീക്ഷത്തെ സൃഷ്ടിച്ചു. അവരുടെ വിശ്വാസം കൊണ്ട് അവര് റെഡിയായി. യേശു പ്രാർത്ഥിച്ചങ്ങോട്ട് വരികയാണ്. എന്താ 19-ാം വാക്യത്തിൽ സംഭവിച്ചത്? അശുദ്ധാത്മാക്കൾ ബാധിച്ചവരും സൗഖ്യം പ്രാപിച്ചു. അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ സൗഖ്യം പ്രാപിച്ചു. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് സൗഖ്യമാകുന്ന അത്ഭുതത്തിന്റെ ശക്തി യേശുവിൽ നിന്ന് പുറപ്പെട്ടു. എല്ലാവരും സൗഖ്യമാകൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു. എന്ന് പറഞ്ഞ ശക്തി പുറപ്പെടുക, ശക്തി പുറപ്പെടുക. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യാ? ഇപ്പോൾ യേശുവിനെ തൊടുക. നാം ഒന്ന് തിരിച്ചറിയണേ മക്കളെ, യേശു ഇവിടെ ഇല്ല. യേശുവിന്റെ പകരക്കാരനായാണ് നമ്മളെ നമ്മളെ ദൈവമാക്കിയിരിക്കുന്നത്. ജനത്തിന് യേശുവിനെ കണ്ടുകൊണ്ട് കാണുവാൻ കഴിയത്തില്ല. മഹത്വത്തിന്റെ പ്രത്യാശ യേശു എന്റെ ഉള്ളിൽ വസിക്കുക. നാം ഒരുമിച്ച് കൂടി വരുന്ന ഈ കൂടിവരവ്, ഈ ഒരു പുതു അഭിഷേകത്തിന്റെ ഈ അന്തരീക്ഷം യേശുവിന്റെ സാന്നിധ്യത്തിന്റെ അന്തരീക്ഷമാണ്. ജനത്തിനെ കാണുവാൻ കഴിയുന്ന ഒരു പാസ്റ്ററിനെ കാണാം, ഒരു പാസ്റ്റർ സുബെ കാണാം, ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരെയും കാണാൻ പറ്റുന്നവർ നിങ്ങളെയാ. Now you have become God's ambassador. ഹല്ലേലൂയ. യേശു തൊടണമെങ്കിൽ അതെ, യേശു നേരിട്ടൊക്കെ തൊടും. പക്ഷെ യേശുവിന്റെ ഇഷ്ടം എന്താണെന്നറിയാമോ? എന്റെ മക്കളൊന്ന് കൈവയ്ക്കണം, എന്റെ മക്കളൊന്ന് സംസാരിക്കണം, എന്റെ മക്കൾ ഒന്ന് പറയണം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അന്തരീക്ഷം ഒന്ന് സൃഷ്ടിച്ചാൽ ശക്തി യേശുവിൽ നിന്ന് പുറപ്പെട്ടതുപോലെ ശക്തി നിങ്ങളിൽ നിന്ന് പുറപ്പെടും. നിങ്ങളൊന്ന് പറഞ്ഞേ, ശക്തി പുറപ്പെടും, ആത്മശക്തി പുറപ്പെടും. ഈ അന്തരീക്ഷത്തിന്റെ പ്രത്യേകതയാണ് ശക്തി പുറപ്പെടുകയാണ്. സൗഖ്യത്തിന്റെ ശക്തി, അത്ഭുതത്തിന്റെ ശക്തി, വിടുതലിന്റെ ശക്തി, ശാപങ്ങളെ മുറിക്കുന്ന ശക്തി ഒഴുകുകയാണ്. ശക്തി ഒഴുകുകയാണ്. ഹല്ലേലൂയ.
സഭയുടെ അന്തരീക്ഷം മാറി. ചില വ്യക്തികളിൽ പരിമിതമായിരിക്കുന്ന ഒരു അഭിഷേകമല്ല ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം. ഞാൻ എന്റെ സഭയെ പണിയും. എഫേസ്യർക്ക് എഴുതിയിരിക്കുന്ന 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പൗലോസ് പറയുകയാണ്, സ്വർഗത്തിലുള്ള വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും the manifold wisdom of God, ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം ഒന്ന് ഓർത്ത് നോക്കിയേ. അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയ പ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ബഹുവിധ ജ്ഞാനം. അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ ഉദ്ധാരണങ്ങളുടെ ദൈവം, അവൻ രാജാതിരാജനും കർത്താതി കർത്തൻ, സൈന്യങ്ങളുടെ യഹോവയായ ദൈവം, സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവിനാൽ നിറഞ്ഞു വരുന്ന ദൈവത്തിന്റെ തിരുസഭ വിളങ്ങണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കുറച്ച് പാസ്റ്റർമാർ, കുറച്ച് ശുശ്രൂഷന്മാർ മാത്രം വിളങ്ങിയാൽ പോരാ 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 പോരാ. സഭ 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 ദൈവത്തിന്റെ എല്ലാ മക്കളും അവര് പക്വത പ്രാപിച്ച് അവരുടെ ദർശനം പ്രാപിച്ച്, ഹല്ലേലൂയ, അപ്പന്റെ ഇഷ്ടമാണ്, ദൈവത്തിന്റെ ആഗ്രഹമാണ്. യേശു അതിനു വേണ്ടിയാണ് രക്തം ചൊരിഞ്ഞ് നിങ്ങളെ സ്വന്തമാക്കിയത്. ദൈവത്തിന്റെ ബഹുവിധ ജ്ഞാനം നിങ്ങളിലൂടെ സഭ മുഖാന്തരം വെളിപ്പെടണം. Through the church, through the church, through the church, God wants to display His glory. റെഡിയാണോ? നാം റെഡിയാണോ? ദൈവത്തിന്റെ ബഹുവിധ ജ്ഞാനത്തെ, ദൈവത്തിന്റെ അത്ഭുതത്തെ, ദൈവത്തിന്റെ മഹത്വത്തെ, ദൈവത്തിന്റെ കരപ്രവർത്തികളെ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നാം ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായവരെല്ലാം കരങ്ങളെ ഒന്ന് വീശി. അതെ, സീസണുകൾ മാറി ഒരു ഹയർ ഡയമെൻഷനിലേക്ക് ദൈവസഭയെ ലിഫ്റ്റ് ചെയ്യുക. LFC സഭാ മക്കളെ, നിങ്ങളെല്ലാം കേൾക്കണം. ഇന്ന് വന്നിരിക്കുന്ന നിങ്ങളെല്ലാം യാദർശികമായിട്ടല്ല, നിങ്ങളെ കുറിച്ചെല്ലാം ദൈവത്തിന്റെ പദ്ധതി അതായതുകൊണ്ടാണ് ഈ പ്രവചന ദൂത് നിങ്ങളിലേക്ക് ദൈവം അയക്കുന്നത്. It's no accident that you are hearing this. You are part of the plan of God. അന്ത്യകാല സഭ എഴുന്നേൽക്കുക. ഞാൻ കേൾക്കുന്ന ഒരു ശബ്ദം, ദൈവസഭയെ ഒരു ടെറിട്ടോറിയൽ ലീഡറായി, ഒരു ടെറിട്ടോറിയൽ കമാൻഡറായി, ഹല്ലേലൂയ, ചെങ്ങന്നൂർ, കേരളം, ഭാരതത്തിന്റെ ആത്മതലങ്ങളെ കൈകാര്യം ചെയ്യുവാൻ, വാഴ്ചകളെ, അധികാരങ്ങളെ നിർവീര്യമാക്കുവാൻ ദൈവം ഒരു സൈന്യത്തെ പുറത്തെടുക്കുക. പല ബറ്റാലിയനുണ്ട്, പല കമാൻഡറുണ്ട്, പല പട്ടാളമുണ്ട്, പക്ഷെ ടെറിട്ടോറിയൽ പട്ടാളമാണ്. ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് അങ്ങനെയുള്ള വാക്കുകൾ പരിശുദ്ധാത്മാവ് ഇടപെട്ടത്. ഒരു ടെറിട്ടറിയെ, ഒരു സ്ഥലത്തെ പിടിച്ചടക്കുവാൻ നൈപുണ്യമുള്ള, കഴിവുള്ള ടെറിട്ടോറിയൽ ലീഡേഴ്സ്, ടെറിട്ടോറിയൽ കമാൻഡേഴ്സ്, അങ്ങനെയുള്ള ഒരു അഭിഷേകമാണ് ഇന്ന് നമ്മളിലേക്ക് ദൈവം അയക്കുന്നത്. അതാണ് പകരപ്പെടുന്നത്. ആ വെളിച്ചവും വെളിപ്പാടാണ് ദൈവം നമുക്ക് പകരുന്നത്. ടെറിട്ടോറിയൽ കമാൻഡേഴ്സും ലീഡേഴ്സും അന്തരീക്ഷങ്ങളെ സൃഷ്ടിക്കാൻ പഠിക്കണം. അന്തരീക്ഷങ്ങളെ സൃഷ്ടിക്കുവാൻ, അന്തരീക്ഷം ചുമക്കുന്നവരായി, അന്തരീക്ഷത്തെ കൊണ്ടു നടക്കുന്നവരായി. സ്തോത്രം. ചർച്ചിൽ മാത്രമല്ല, വീട്ടിൽ മാത്രമല്ല, പോകുന്നിടത്തെല്ലാം an atmosphere of the king, an atmosphere of glory, 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 miracle, miracle, miracle. പെട്ടെന്ന് അപ്പോസ്തലപ്രവൃത്തികൾ 5-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാം. അപ്പോൾ അപ്പോസ്തലന്മാരുടെ കൈയാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. ഒരു കൂട്ടം ആൾക്കാർ, ശുശ്രൂഷകന്മാർ, അപ്പോസ്തലന്മാരുടെ കൈയാൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കുക. സഭ അടുത്തൊരു ഡയമെൻഷനിലേക്ക് കയറുക. 2-ലും 3-ലും അപ്പോസ്തലന്മാരുടെ കൈയാൽ അടയാളം നടക്കുന്നുണ്ട്, പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. 40 വർഷം മുടന്തനായവൻ സൗഖ്യമായി, മഹാ അത്ഭുതമായി ആ പ്രവൃത്തികളൊക്കെ നടക്കുന്നു. പക്ഷെ എവിടെയോ അടുത്തൊരു മേജർ ഷിഫ്റ്റ് സംഭവിക്കുക. ആ സീസൺ റിലീസ്ഡ് ആകുക. സീസൺ നമ്മളിലേക്ക് ദൈവം റിലീസ് ചെയ്യുക, തുറക്കുകയാണ്. അത് പിടിച്ചെടുക്കാൻ കഴിയുന്നവരെല്ലാം പിടിച്ചെടുക്കണം. ഇന്ന് നാം അല്പസമയം ആരാധിക്കുമ്പോൾ സ്വത്രം ഇത് നമ്മളിൽ നിന്ന് കത്തുവാൻ തുടങ്ങും, ഇത് നമ്മളിൽ നിന്ന് വ്യാപരിക്കുവാൻ തുടങ്ങും. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ അത്ഭുത ശക്തിയുടെ മിറക്കൽ പവർ അനോയിന്റിംഗിന്, കോർപ്പറേറ്റ് അനോയിന്റിംഗിന് ഒരു വ്യാപാരം, ഈ അത്യന്ത ശക്തിയുടെ, ഈ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്ന അത്യന്ത ശക്തിയുടെ ഒരു ഡിസ്പ്ലേ സംഭവിക്കും. അത് സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോ ലോകത്തിലും അതൊരു വാർത്തയായി, അതൊരു ചലനമായി തീരും. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു വായിക്കാം. അവരെല്ലാവരും ഏകമനസ്സോടെ സഭയിൽ എന്തൊക്കെയോ സംഭവിച്ചു. അപ്പോസ്തലന്മാർ പ്രവർത്തിക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, ദൈവപ്രവർത്തികൾ നടക്കുന്നു. പക്ഷെ സഭയിൽ, സഭാ മക്കളിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു. അവരെല്ലാവരും ഏക മനസ്സോടെ, ഇംഗ്ലീഷിൽ പറയുന്നത് വിത്ത് വൺ അക്കോർഡ്. ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. അവർ കൂടി വരുന്നത് പതിവായിരുന്നു. അപ്പോസ്തലന്മാർ കൂടി വന്ന് പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, അവരെല്ലാം കൂടി വന്ന് ഒരുമിച്ച് ഒരുമനപ്പെട്ട് അവര് ഫെയ്ത്ത് റിലീസ് ചെയ്യുകയാണ്, അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുകയാണ്. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആരാധന, സ്തുതികൾ, worship and praise and thanksgiving opens the realms of God, opens the miracles of God, opens the moves of God. It's no secret. ഒരുമനപ്പെട്ട്, one accord, ഒറ്റയ്ക്കല്ല, ചെതറിയല്ല, അവരെല്ലാവരും ഒരുമനപ്പെടുക എന്ന് പറഞ്ഞ ഒരുമനപ്പെടുക. ഇൻഡിപെൻഡന്റ് അല്ല. എന്റെ ഇഷ്ടം, എന്റെ ആഗ്രഹം, എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചു. അവർ ഏക മനസ്സുള്ളവരായിരുന്നു. അവർ ഒന്നായി, ഒരു ശരീരത്തിന്റെ ഭാഗമായി, കൈയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു, കൈയും കാലും ചേർന്ന് പ്രവർത്തിക്കുന്നു, കണ്ണും ചെവിയും മൂക്കും എല്ലാം ഒരു ശരീരം, ഒരു കൈ, ഒരു ആലയം, ഒരു കുടുംബം, ഒരു ശബ്ദം. ഹല്ലേലൂയ. ശലോമോന്റെ മണ്ഡപത്തിൽ പതിവായി
അന്തരീക്ഷം സൃഷ്ടിക്കുക, അത്ഭുതങ്ങളുടെ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ദൈവമഹത്വത്തിന്റെ ദൈവപ്രവൃത്തിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാണ്. ആ ദൂതന്മാർ ഇറങ്ങി പ്രവർത്തിക്കുന്ന, സ്വർഗം ചാഞ്ഞിറങ്ങുന്ന അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. 14 വാക്യം. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിനെ വിശ്വസിച്ച് ചേർന്ന് വന്നു. അങ്ങനെ ഒരു സീസണാണ്, നമ്മൾ പോലും അറിയാതെ ഈ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് പുരുഷന്മാരും സ്ത്രീകളൊക്കെ ഓടിക്കൂടുന്നത്. പോകുന്നിടത്ത് എല്ലാ റിവൈവലുകൾ സംഭവിക്കുന്നത്, കൂട്ട വിടുതലുകൾ, കൂട്ട സൗഖ്യങ്ങൾ, കൂട്ടമായ മാനസാന്തരങ്ങൾ സംഭവിക്കുന്നത്. Because there is an atmosphere of miracles. There is an atmosphere of glory. Shabaraba. അതിനെ അടുത്ത ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് അപ്ഗ്രേഡ് ചെയ്യുകയാണ്. മേൽക്കുമേൽ പുരുഷന്മാരും സ്ത്രീകളും മാനസാന്തരപ്പെട്ട് ദൈവസഭയോട് ചേർന്ന് വരികയാണ്. വലിയ കൊയ്ത്ത്, പുരുഷാരം ഓടിക്കൂടുകയാണ്. വലിയ മാനസാന്തരം, കൂട്ട മാനസാന്തരം, കൂട്ട വിടുതലുകൾ, കൂട്ട അനുതാപങ്ങൾ എല്ലാം കൂട്ടമായി തീരുക. 2, 3, 5, 10 ഉള്ളത് ഇതാ അത് 100ആയി, അത് 1000ആയി, അതങ്ങ് പെരുകുകയാണ്. It's a corporate anointing. കൂട്ടാഭിഷേകം. അവരെ ഒരുമനപ്പെട്ടു. അസാധാരണ പ്രാർത്ഥന വെളിപ്പെട്ടു, അസാധാരണ വിശ്വാസം വെളിപ്പെട്ടു. ഇപ്പോൾ ആർക്കും തടയുവാൻ കഴിയുന്നില്ല. ഒഴുകി വരിക, ഒഴുകി വരിക, ഒഴുക്ക്, 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 ഒഴുക്ക്. നന്മ ഒഴുകി വരിക, നന്മ ഒഴുകി വരിക, ഒഴുകി വരിക. 15-ാമത്തെ വാക്യം വായിക്കാം. രോഗികളെ പുറത്തു കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. അതുകൂടാതെ യെരുശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുക. യെരുശലേമിൽ ഒതുങ്ങി നിന്നില്ല, അവരുടെ കൂട്ടായ്മയിൽ ഒതുങ്ങി നിന്നില്ല. അവർ സൃഷ്ടിക്കുക അന്തരീക്ഷം. ചെറിയ ചലനങ്ങളിൽ നിന്ന് അത് വലിയ ചലനങ്ങളായി. ഹല്ലേലൂയ. അസാധാരണമായ ദൈവപ്രവൃത്തികൾ നടക്കുക. ഇന്ന് വരെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാം, സൗഖ്യമാകാം. ഇപ്പോൾ തലം മാറി, ലെവലുകൾ മാറി, അനുഭവങ്ങൾ മാറി. നിഴലിൽ പോലും, നോട്ടത്തിൽ പോലും, തൂവാലകളിലൂടെ, എണ്ണയിൽ കൂടെ, പൗലോസിന്റെ റുമാലുകളിൽ കൂടെ അവർ കൊണ്ടുപോകുന്ന എണ്ണകളിൽ അടുത്ത ഡിമെൻഷൻ തുറക്കുകയാണ്. അത് പട്ടണത്തിൽ നിന്ന് പുറത്ത് കവിഞ്ഞൊഴുകുകയാണ്. ഒരു ഓവർഫ്ലോ സംഭവിക്കുകയാണ്. യെരുശലേമിന്റെ ചുറ്റിൽ നിന്നുള്ള പട്ടണത്തിൽ നിന്ന് ജനം ഓടിക്കൂടുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 5-ന്റെ സീസണിലാണ് നാം വന്നു നിൽക്കുന്നത്. അസാധാരണമായ ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി, അത്ഭുതങ്ങൾക്ക് വേണ്ടി ആ പ്രതലമായി അല്പസമയം നമുക്ക് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കതൊക്കെ സ്വീകരിക്കാൻ പ്രാപിക്കും. പരിശുദ്ധാത്മാവിന്റെ തീ പകരപ്പെടുകയാണ്. ഒരു കഴുകൻ പറന്നുയരുന്ന പോലെ ഉയരങ്ങളിലേക്ക് പറക്കുവാനുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ, അന്തരീക്ഷങ്ങളെ സൃഷ്ടിക്കുവാൻ, ചരിത്രം സൃഷ്ടിക്കുവാൻ. അതേ പുതിയ പുതപ്പുകൾ വീഴുന്നു. ന്യൂ മാന്റൽസ് ആർ ഫോളോയിങ്. അടുത്തൊരു മേജർ അപ്ഗ്രേഡേഷൻ നടക്കുകയാണ്. ഒരു കോർപ്പറേറ്റ് മിറക്കിൾ അനോയിന്റിംഗ്, ഒരു പൊതു അഭിഷേകം. കഴിയാവുന്നവരെല്ലാം കരം ഉയർത്തിപ്പിടിച്ചോ. ഹല്ലേലൂയ. ഓരോ കരങ്ങളിൽ ഓരോ തീപന്തങ്ങളാണ് ഞാൻ കാണുന്നത്. മലയാളി കത്തുന്നത് ഞാൻ കാണുന്നു. ഒരു അഭിഷേകം പകരുകയാണ്. ചലനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരല്ല, ചലനങ്ങളെ സൃഷ്ടിക്കുന്നവരാണ്. ഉയരങ്ങളിലേക്ക് പറക്കുവാൻ റെഡിയാകാം. ഉയരേ ഞാൻ പറക്കുമെന്നൊന്ന് പാട്ട്, ഒരു പ്രൊഫറ്റിക് സോങ് പാടി പിന്നെ അല്പസമയം നമുക്ക് തുറന്നു കൊടുക്കാം. അഭിഷേകം തീ പോലെ പടരും. നിങ്ങൾ കത്തിച്ചൊരിക്കും. സ്തേഫാനോസിനെ കുറിച്ച് പറഞ്ഞതുപോലെ അവൻ പരിശുദ്ധാത്മ പൂർണ്ണനാ, യൗവനക്കാരാ. ഒത്തിരി വർഷമൊന്നും ആയിട്ടില്ല, പക്ഷെ അവനെ പിടികിട്ടി. അപ്പോസ്തലന്മാരുടെ കൂടെ നടന്നു അവൻ പിടിച്ചെടുത്തു. അവൻ ആത്മനിറവിൽ അങ്ങോട്ട് ഒഴുകുക. പ്രായം നോക്കിയാൽ 2 വർഷം 3 വർഷം, ആത്മീയ പ്രായം നോക്കിയാൽ അത്രേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഉള്ളിൽ ആത്മനിർവ്വ. എന്തൊക്കെയാണ് സ്തേഫാനോസിനെ കുറിച്ച്, ഫിലിപ്പോസിനെ കുറിച്ച് പറയുന്നത്? വിശ്വാസത്തിൽ പൂർണ്ണനായി. He was full of the wisdom of God. ദൈവത്തിന്റെ ജ്ഞാനം. അതുകൊണ്ട് ഒത്തിരി പ്രായമൊന്നും ആവേണ്ട, പെട്ടെന്നൊരു അപ്ഗ്രേഡേഷൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 5 കഴിഞ്ഞപ്പോൾ 6, ഒരു തലമുറയെ കൂടെ എഴുന്നേറ്റ് മേശമേൽ ശുശ്രൂഷിക്കാൻ, അവിടെ പോവാൻ, ഇവിടെ പോവാൻ, പരിശീലിപ്പിക്കപ്പെടുവാൻ അടുത്ത ഒരു നിയോഗം. ഹല്ലേലൂയ. ഇന്ന് കഴുകനെ പോലെ ഒന്ന് പറക്കാനെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം അടുത്തൊരു ഡിമെൻഷനിലേക്ക് കയറുവാൻ, into a higher dimension, ഒരു apostolic prophetic mantle released ആകുകയാണ്. ഇത് ചിറകടിച്ച് ഉയരും കാലം, പറക്കും കാലം, ദൈവത്തിന്റെ തേജസ് എന്നേൽ ഉദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് എന്നേൽ ഉദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. മേലെ ഉയരെ 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 ഞാൻ പറക്കും. ഉയരെ 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 ഞാൻ പറക്കും. ഉയരെ
3 എണ്ണം യേശുവിന്റെ നാമത്തിൽ ഞാനങ്ങ് അത് റിലീസ് ചെയ്യും. നിങ്ങളത് പിടിച്ചെടുക്കുക, പ്രാപിക്കുക, റിസീവ് ചെയ്യുക. അതൊരു പുതപ്പ് പോലെ വന്ന് വീഴും. തീ പോലെ നിങ്ങളെ അങ്ങ് കയറി പിടിക്കും. നിങ്ങളെ അതങ്ങ് മൂടും. നിങ്ങളിന്ന് കേട്ട ദൈവത്തിന്റെ പ്രിൻസിപ്പിളുകൾ, തത്വങ്ങൾ ഉപയോഗിക്കുക. ഇതുവരെ വിശ്വാസത്തിൽ ഇതുവരെ ചെയ്യാത്ത ചിലതെല്ലാം ചെയ്തു തുടങ്ങുക. അടുത്ത ചരിത്രം സൃഷ്ടിക്കുവാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യത്വമുണ്ട്. എന്താണോ നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുക. ആരും നിഷ്ക്രിയരായി ഇങ്ങനെ കാത്തു നിൽക്കണ്ട. 3 എന്ന് എണ്ണുമ്പോൾ നിങ്ങളുടെ മേൽ അത് വ്യാപരിച്ചു തുടങ്ങും. ആ അഭിഷേകം നിങ്ങളിൽ ചലിച്ചു തുടങ്ങും. ശിംശോന്റെ മേൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇരച്ചങ്ങോട്ട് കയറി. The Spirit of God rushed into Samson. അതുപോലെ ഇന്ന് പകൽക്കാലം ചിലത് നിങ്ങളുടെ മേൽ എത്ര പേര് അത് പ്രാപിക്കാൻ റെഡിയാ? എത്ര പേര് പ്രാപിക്കും? ചിലത് നിങ്ങളുടെ ഉള്ളിൽ പ്രാപിച്ചത് നിങ്ങളുടെ ഉള്ളിൽ ഉറ പൊട്ടുന്ന പോലെ പൊട്ടും. ആ തീയൊക്കെ അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അതുകൊണ്ട് തീയൊക്കെ അങ്ങോട്ട് വെളിപ്പെടും. ഇതുവരെ പറയാത്ത അന്യഭാഷകൾ, ഇതുവരെ ഗർജിക്കാത്ത പോലെ അങ്ങ് വിട്ടുകൊടുക്കുക, അങ്ങ് വിട്ടുകൊടുക്കുക, 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 വിട്ടുകൊടുക്കുക. ഒരു പൊതു അഭിഷേകം വ്യാപരിക്കുക. ആ കോർപ്പറേറ്റ് അനോയിന്റിംഗ്, ഒരു മിറക്കിൾ അനോയിന്റിംഗ്. ആ അന്തരീക്ഷം നിങ്ങളെ കയറി അങ്ങ് പിടിക്കും ചുറ്റും. ഒന്ന് വിശ്വസിക്കുക. ഇന്ന് കേട്ടതുപോലെ വിശ്വാസം എന്ത് ചെയ്യുന്നു? അതങ്ങ് തുറക്കും, റലം തുറക്കും, അത്ഭുതത്തിന് വാതിലുകൾ തുറക്കും. Faith prepares the way for the supernatural. അതുകൊണ്ട് കണ്ണടച്ച് നിൽക്കരുത്. 3 എന്ന് പറയുമ്പോൾ നിങ്ങളത് റിസീവ് ചെയ്യാം. പ്രാർത്ഥിക്കുന്ന ഒരു സമയമുണ്ട്, പ്രാപിക്കുന്ന ഒരു സമയമുണ്ട്. നിങ്ങളത് പ്രാപിക്കുക. 3 എന്ന് പറയുമ്പോൾ പ്രാപിക്കുക. തീ കത്തുന്ന പോലെ നിങ്ങളങ്ങ് കത്താൻ ഏൽപ്പിച്ചു കൊടുക്കുക. അഭിഷേകം നിങ്ങളുടെ മേൽ വന്ന് പതിയും. നിങ്ങൾ അത്ഭുത മനുഷ്യനും അത്ഭുത സ്ത്രീയായി മാറും. നിങ്ങൾ പോകുന്നിടത്ത് അത്ഭുതങ്ങളുടെ ചലനങ്ങളെ സൃഷ്ടിക്കുവാൻ നിങ്ങളും അപ്പോസ്തലന്മാരുടെ കൂടെ പ്രവാചക ഗണത്തിൽ, ശുശ്രൂഷ ഗണത്തിൽ നിങ്ങളും ചേർന്ന് നിൽക്കുക. സ്തേഫാനോസിന്റെ പേര് വന്നതുപോലെ, ഫിലിപ്പോസിന്റെ പേര് വന്നതുപോലെ നിങ്ങളുടെ പേരും ഇതാ. റെഡി 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 റെഡി. അഭിഷേകത്തിന് ആഴം വെളിപ്പെടുമ്പോൾ ഹൈ വോൾട്ടേജ് പവറാ വരുന്നത്. പക്ഷെ ഈ പവറിനെ എന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കൺസോളിഡേറ്റ് ചെയ്ത് പിന്നെ ആ പവറിനെ അങ്ങോട്ട് റിലീസ് ചെയ്യുക. ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി റിലീസ് ചെയ്യുക. അഭിഷേകം ആവശ്യമുള്ളവർക്ക് അഭിഷേകം, രോഗസൗഖ്യം ആവശ്യമുള്ളവർക്ക് രോഗസൗഖ്യം, ഡെലിവറൻസ് ആവശ്യമുള്ളവർക്ക് അങ്ങനെ, ശാപം മുറിയേണ്ടവർക്ക് അങ്ങനെ, പരാജയപ്പെട്ട അടിഞ്ഞു കിടക്കുന്നവർക്ക് ഈ അഭിഷേകം വ്യത്യസ്തമായി ചലിക്കുവാൻ ഇടയായി തരും. റെഡി 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 ആയവരെല്ലാം കരങ്ങളെ ഒന്ന് ഉയർത്തി ഒരു കഴുകനെ പോലും ഹയർ ഡയമെൻഷനിലേക്ക്. നിങ്ങളുടെ നോട്ടത്തിൽ അത്ഭുതം. ഒന്ന് പറഞ്ഞ എന്റെ നോട്ടത്തിൽ അത്ഭുതം. ഞാൻ പറയുമ്പോൾ അത്ഭുതം, ഞാൻ തൊടുമ്പോൾ അത്ഭുതം, എന്റെ നിഴലിൽ അത്ഭുതം. ഓ ദൈവസഭയിൽ അടുത്ത ഒരു ഡിമെൻഷൻ. വിശ്വാസം ഒന്ന് പ്രഖ്യാപിച്ചേ ഉറക്കെ. റെഡി 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 റെഡി. ഞാൻ 3 എന്ന് പറയുമ്പോൾ നിങ്ങൾ അതങ്ങ് സ്വീകരിക്കുക, നിങ്ങൾ അങ്ങ് തുറന്നു കൊടുക്കുക. A 1 and a 2 and a 3 in the name of Jesus. Fire! 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 അതെ, അത്ഭുതത്തിന്റെ ആ തീ വീഴുക, ആ എണ്ണ വീഴുക. ചരിത്രം കുറിക്കുന്ന ഒരു വ്യക്തിയായി ഒരു അത്ഭുതത്തിന്റെ ഒരു പ്രതലം. An atmosphere of glory. ഇതുവരെ ചെയ്യാത്തത് ചെയ്തു തുടങ്ങിയാണ്. നിങ്ങൾ ഒരു അഭിഷേകത്തിന്റെ കീഴിലാണ്, ഒരു പുതപ്പിന്റെ കീഴിലാണ്. എണ്ണ നിങ്ങളുടെ മേൽ വന്ന് വീഴുകയാണ്, നിയോഗങ്ങൾ വന്ന് വീഴുകയാണ്, ദൂതന്മാർ നിങ്ങളെ അടുത്ത് വന്ന് ശുശ്രൂഷിക്കുകയാണ്. നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ആ മിറക്കൽ റലത്തെ തുറക്കുക, ആ അന്തരീക്ഷത്തെ തിരിച്ചറിയുക, അന്തരീക്ഷത്തെ നിങ്ങൾ സൃഷ്ടിക്കുക. രോഗികൾ സൗഖ്യമാകുക. ഇപ്പോൾ തന്നെ അല്പസമയം ഏൽപ്പിച്ചു കൊടുക്കുക. ആ തീ കത്തട്ടെ, അന്യഭാഷകൾ കത്തട്ടെ. ആരും നിഷ്ക്രിയമായി ഇരിക്കരുത്. It's a canopy of his glory. ഒരു മഹത്വത്തിന്റെ അന്തരീക്ഷമാണ്. ആരുടെയൊക്കെയോ മേളിൽ ഒരു പുതപ്പ് വന്ന് വീഴുന്നത് പോലെ ഫ്രഷ് മാന്റൽസ്, പുതിയ പുതപ്പുകൾ വന്ന് വീഴട്ടെ. സ്തേഫാനോസ് അസാധാരണമായ അത്ഭുതങ്ങൾ, അസാധാരണമായ വീര്യപ്രവർത്തികൾ ഏൽപ്പിച്ചു കൊടുക്കുക. അടുത്ത സ്തേഫാനോസായി നിങ്ങൾ പുറത്തു വരിക. അടുത്തൊരു ഫിലിപ്പോസ് പുറത്തു വരിക. പരിശുദ്ധാത്മാവ് ആരെയൊക്കെയോ സ്പോട്ട് ചെയ്യുന്നു. രോഗമുഖങ്ങൾ തകർന്നു മാറുകയാ. തലമുറകളുടെ മേൽ ബാധിച്ചിരിക്കുന്ന ദുരാത്മബാധകൾ വിട്ടുപോകുക. വലിയ ഡെലിവറൻസ് സംഭവിക്കുക. മന്ത്രവാദത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറുക. സാത്താനിക ശക്തികൾ വിട്ടു മാറുക. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നിങ്ങളൊന്ന് ജ്വലിച്ചേ, ഒന്ന് കത്തിയേ. നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തെ നിങ്ങളൊന്ന് ഏറ്റെടുത്തേ. ആള് മാറുകയാ. നിങ്ങൾ ഒരു രൂപാന്തരം സംഭവിക്കുക. ആ തീ നിങ്ങളെ കയറി പിടിക്കുക. തീ അത്ഭുതത്തിന്റെ എണ്ണ വീഴുക. അഭിഷേകത്തിന്റെ ആഴം ഇന്ന് പകരപ്പെടുന്ന അഭിഷേകം നിങ്ങളുടെ രോഗദുഃഖങ്ങളെ കട്ട് ചെയ്യും. അത് ക്യാൻസർ ആണെങ്കിൽ അതിനെ വേരോടെ കട്ട് ചെയ്യും. പാരമ്പര്യ രോഗങ്ങളാണെങ്കിൽ കട്ട് ചെയ്യും. ആസക്തികളെ കട്ട് ചെയ്യും. എന്ത് ബന്ധനമാണെങ്കിൽ അതിനെ കട്ട് ചെയ്യും. പക്ഷെ അതിനുപരിയായി ഇന്ന് പകൽക്കാലം പകരപ്പെടുന്ന ഇവിടെ വ്യാപരിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ഒരു ആഴം വെളിപ്പെടുക. ദൈവത്തിന്റെ അത്ഭുത മനുഷ്യൻ എന്ന് വിളിക്കപ്പെടുന്ന, അത്ഭുത സഭ എന്ന് വിളിക്കപ്പെടുന്ന മിറക്കിൾ ചർച്ച്
a dead raising church, a healing church, a revival church, a word church, a faith church, hallelujah, a resurrection church. Name it, and that's who you are. A Jesus church, a kingdom church. വിശ്വസിക്കുന്നവരെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇന്നൊരു mighty power, ഒരു incredible power, അളക്കുവാൻ പറ്റാത്ത an immeasurable power, an incredible power, an extravagant power, an exceeding power, a surpassing power, an unlimited power. അത് പകർന്നിരിക്കുക, അത് വ്യാപരിക്കുക. ഒന്ന് വിട്ടുകൊടുക്കണം, ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത്. Fire is falling, fire is falling. ആ തീ വീഴുക. പരിശുദ്ധാത്മാവിന്റെ ആ സ്പർശനത്തിൽ ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ അങ്ങ് മൂടട്ടെ. ആദാമിന്റെ വാരിയലിൽ നിന്ന് ഒരു വാരിയലെടുത്ത് ഒരു പുതിയ അവയെ സൃഷ്ടിച്ചതുപോലെ ഇന്ന് നിങ്ങൾ വീണ് എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു സർജറി നടക്കുകയാ. ചിലത് നിങ്ങളിലേക്ക് പിടിപ്പിക്കുക, ചിലത് എടുത്തു മാറ്റുക, ചിലത് പിടിപ്പിക്കുക. നീ ആരും കാത്തിരിക്കരുതേ. അന്യഭാഷ പറഞ്ഞ് കത്തിയേ, എല്ലാവരും അന്യഭാഷ പറഞ്ഞ് കത്തിയേ. ആരും നിഷ്ക്രിയമായി നിൽക്കരുത്, ആരും കാത്തിരിക്കരുത്. ഈ അത്യന്ത ശക്തി വ്യാപരിക്കണം. എല്ലാവരും അന്യഭാഷ. ഒരു പൊതു അഭിഷേകം എന്ന് പറഞ്ഞേ, പുതിയ അഭിഷേകം മാത്രമല്ല, ഒരു പൊതു അഭിഷേകം. A miracle anointing. എല്ലാവരും ഒന്ന് ചേർത്ത് പറഞ്ഞേ, a miracle anointing. ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ വലിയ ആ നിറവിനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് തുറന്ന് റിലീസ് ചെയ്തതിനായി, ആ വലിയ പകർച്ചയ്ക്കായി, ഇംപാർട്ടേഷൻസിനായി, അത്ഭുതത്തിന്റെ പുത്രന്മാരും പുത്രിമാരായി, തീയുടെ പുത്രന്മാരും പുത്രിമാരായി, ഒന്നും അസാധ്യതയില്ല എന്നുള്ളൊരു പ്രതലത്തിലേക്ക് കർത്താവെ അങ്ങയുടെ മക്കളെ, അങ്ങയുടെ ദാസന്മാരെ, ദാസിമാരെ, മക്കളെ എല്ലാം കർത്താവ് ലിഫ്റ്റ് ചെയ്തതിനായി സ്തോത്രം. A miracle people എന്ന് പറയാം. A miracle people, a miracle people, a miracle people, a power packed people. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയാൽ പിടിക്കപ്പെട്ട ഒരു ജനം, ആത്മശക്തിയാൽ പിടിക്കപ്പെട്ട ഒരു ജനം. Thank you God. കർത്താവെ അങ്ങയുടെ പകർച്ചയ്ക്കായി സ്തോത്രം. നന്ദി അപ്പാ. This is a miracle church. എന്ന് പറയാം, miracle church. This is a healing church. This is an apostolic church. This is a prophetic church. This is a dead raising church. This is a faith power church. This is a deliverance church. This is a creative miracle working church. Bless you God. Bless you. In Jesus name. Amen. 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 Amen.